ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 7 വളരെ സുദീർഘമായി നാം കണ്ടു കഴിഞ്ഞതാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നേരിട്ട് സഭയെ ഏൽപ്പിച്ചതാണ് ലിറ്റർജി. ആ ലിറ്റർജി ഇല്ലെങ്കിൽ മനുഷ്യാവതാരത്തിന്റെ തുടർച്ച ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഒരാൾ കമന്റ് ബോക്സിൽ ഇട്ടിരിക്കുകയാണ്, ദൈവം മനുഷ്യനായി അവതരിച്ച് തന്നെ വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് അച്ഛൻ പറയാഞ്ഞത് ഭാഗ്യമെന്ന്. പങ്കുവർക്കൊന്നും മനസ്സിലായിട്ടില്ലെന്ന് അർത്ഥം. ഞാനത് പറയുക ചെയ്തിരിക്കുന്നത്. ദൈവം മനുഷ്യനായത് വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ വേണ്ടിയാ. ദൈവം മനുഷ്യനായത് വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ വേണ്ടിയാ. കാരണം വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെ നൽകുന്നതാണ്. മരിച്ച് ഉത്ഥാനം ചെയ്ത കർത്താവ്, നമുക്ക് പാപമോചനവും രക്ഷയും നിത്യജീവനും നൽകിയ കർത്താവ് തന്നെ നൽകുക. അവനാണ് ജീവൻ. യേശുവാണ് ജീവൻ. നമ്മൾ നിത്യജീവൻ എന്ന് പറയുന്നില്ലേ, അത് യേശുവാണ്. ഞാനാണ് ജീവൻ. ഞാൻ വന്നിരിക്കും ജീവൻ നൽകാനാണ്. ഞാനാണ് ജീവൻ. ഞാനാണ് വഴിയും സത്യവും ജീവനും. കർത്താവാണ് ജീവൻ. ഉത്തിതനായ കർത്താവിലായിരിക്കുന്നതാണ് സ്വർഗം. അത് ഇപ്പോഴേ ആയിരിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാന. അപ്പോൾ വാസ്തവത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായത്. ദൈവം മനുഷ്യനായി മാംസം ധരിച്ചു. അങ്ങനെ മാംസം ധരിച്ചവൻ മാംസവും രക്തവുമുള്ള നമ്മളോട് ഒന്നാകാൻ വേണ്ടി അവൻ മാംസവും രക്തവുമാകുകയാണ് കുർബാനയില്. അപ്പൊ മനുഷ്യാവതാരം തുടരുക തന്നെയാണ്. അപ്പൊ ദൈവം മനുഷ്യനായത് തന്നെ വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ വേണ്ടിയാണ്. എങ്കിലും അതിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യുഗാന്തത്തിലാണ്, സ്വർഗത്തിലാണ്. അപ്പോൾ അതിന്റെ ഒരു മുൻ ആസ്വാദനം ഇപ്പൊ ഉണ്ട്, ഒരു ഫോർടേസ്റ്റ് ഇപ്പൊ ഉണ്ട്. അപ്പൊ നമ്മളിത് വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. കർത്താവ് ഈശോ മിശിഹ നേരിട്ട് ഏൽപ്പിച്ചതാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ 2-3 വീഡിയോസ് കാണാം, ആവർത്തിച്ച് കാണുക. എന്നിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ അച്ഛന്മാർക്ക് അയച്ചു കൊടുക്കുക. പലരും വിചാരിക്കുന്നത് 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഉണ്ടാക്കിയതാണ്. ഞാൻ കൃത്യമായ തെളിവുകൾ സഹിതം, ബൈബിളിലെ തെളിവുകൾ സഹിതമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു വാക്ക് പോലും എന്റേതായി ഞാൻ കൂട്ടിച്ചേർത്തിട്ടില്ല. നിങ്ങൾക്കെല്ലാം ക്രോസ് ചെക്ക് ചെയ്യാം ഞാൻ പറഞ്ഞ വചനങ്ങൾ ഉണ്ടോ എന്ന്. അതിനാൽ കർത്താവ് നേരിട്ട് ഏൽപ്പിച്ചതാണ് വിശുദ്ധ കുർബാന. അപ്പൊ നമുക്കൊരു ചോദ്യം കൂടി ചോദിക്കാം. അങ്ങനെയെങ്കിൽ ആദ്യ നൂറ്റാണ്ടിലെ സ്ലീഹന്മാരുടെ ലിറ്റർജി അതിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു, അതിന്റെ ഘടന ഉണ്ടായിരുന്നു. കർത്താവ് ഈശോ നേരിട്ട് ഏൽപ്പിച്ചതാണ് വിശുദ്ധ കുർബാന എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഏൽപ്പിച്ചത് സ്ലീഹന്മാരെയാണ്. അപ്പൊ സ്ലീഹന്മാരുടെ ലിറ്റർജി, വിശുദ്ധ കുർബാന അർപ്പണം ഏത് തരത്തിലായിരുന്നു? അതാണ് അടുത്ത ചോദ്യം. നടപടി ഗ്രന്ഥം 20:7 നമ്മൾ കാണുന്നുണ്ട്, ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്കാനായി സ്ലീഹന്മാർ ഒരുമിച്ച് കൂടി. 1 കൊരിന്ത്യർ 16:2 പറയുന്നുണ്ട്, നിങ്ങൾ ആഴ്ചയിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു പണം ശേഖരിക്കണം യെരൂസലേമിലെ ദരിദ്രരെ സഹായിക്കാനായി. അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കാനാണ് സമ്മേളിക്കുന്നത് പറഞ്ഞിട്ടില്ല. പക്ഷെ ആഴ്ചയിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ആഴ്ചയുടെ ആദ്യ ദിവസം, അതായത് യേശു ഉത്ഥാനം ചെയ്ത ദിവസമാണെന്ന് ഒരാൾക്കും സംശയമില്ല. വെളിപാട് ഗ്രന്ഥത്തില് 1:10 പറയുന്നുണ്ട്, സാബത്ത് എന്ന അല്ല നമ്മൾ പുതിയ നിയമത്തിൽ ഈ ആഴ്ചയുടെ ആദ്യ ദിവസത്തെ വിളിക്കുന്നത്, മറിച്ച് കർത്താവിന്റെ ദിവസം എന്നാണ്. ദ ലോർഡ്സ് ഡേ, കർത്താവിന്റെ ദിവസമാണ്. അപ്പൊ കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നാണ് ദൈവകൽപ്പന നമ്മൾ പഠിപ്പിക്കണേ. സാബത്ത് പരിശുദ്ധമായി ആചരിക്കണമെന്നല്ല. കാരണം സാബത്ത് ശനിയാഴ്ചയാണ്, കർത്താവിന്റെ ദിവസം ഞായറാഴ്ചയാണ്. സാബത്തിൽ നിന്നും ഞായറാഴ്ചയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അത് മാറ്റേണ്ട അധികാരമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ മനുഷ്യപുത്രൻ സാബത്തിന്റെ കർത്താവാണെന്ന് പറഞ്ഞത്. കർത്താവ്, ഈ സാബത്ത് സൃഷ്ടിച്ച കർത്താവാണ് യേശു. അതുകൊണ്ട് അത് ശനിയാഴ്ചയിൽ ഞായറാഴ്ചയിലേക്ക് മാറ്റാനുള്ള അധികാരം അവനുണ്ട്. അതിന്റെ അർത്ഥമാണ്, അതാണ് കർത്താവ് പറഞ്ഞത്, ഞാനാണ് സാബത്തിന്റെ കർത്താവ്. അതിനാൽ ശനിയാഴ്ചയിൽ നിന്ന് ഞായറാഴ്ചയ്ക്ക് മാറ്റാനുള്ള അധികാരം എനിക്കുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ സ്ലീഹന്മാര് ആഴ്ചയുടെ ആദ്യ ദിവസം, അതായത് കർത്താവിന്റെ ദിവസം സമ്മേളിച്ചിരുന്നു. എങ്ങനെ? എവിടെ? ക്രിസ്തുവർഷം 90 യഹൂദ മഹാ കൗൺസില് ക്രിസ്ത്യാനികളെ സിനഗോഗിൽ നിന്ന് പുറത്താക്കാൻ തുടങ്ങിയത്. ക്രിസ്തുവർഷം 90. അതുവരെ ക്രിസ്ത്യാനികള്, സവിശേഷമായി യഹൂദ ക്രിസ്ത്യാനികള് സിനഗോഗിൽ പോയിരുന്നു. സിനഗോഗിലെ ശുശ്രൂഷ എന്ന് പറഞ്ഞാല് പ്രാർത്ഥനകള്, സങ്കീർത്തന ആലാപം, വായനകള്, പ്രഘോഷണം, വചന പ്രഘോഷണം, ഇങ്ങനെ സംഗതികളാണ്. പിന്നെ വീണ്ടും ഒരു പുരോഗതിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിന്റെ ബ്ലെസ്സിങ്. അപ്പോ അതൊക്കെയാണ് സിനഗോഗിലെ ശുശ്രൂഷ. സിനഗോഗ്, നമുക്ക് ഒരു സാമ്പിൾ വേണമെങ്കിൽ പൗലോസ് സിനഗോഗിൽ പോയി പ്രാർത്ഥിക്കുന്ന പല രംഗങ്ങളും നടപടി ഗ്രന്ഥത്തിൽ കാണാം.
യേശു സിനഗോഗിൽ പോയി പ്രാർത്ഥിക്കുന്ന രംഗം നമുക്ക് പല പ്രാവശ്യമില്ലേ, പതിവ് പോലെ സിനഗോഗിൽ പോയി. ഒരു ദിവസം യേശു തന്നെ വായിക്കാനായിട്ട് ക്ഷണിക്കപ്പെട്ടു. ലൂക്കായുടെ സുവിശേഷം 4:16 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. എല്ലാ സാബത്തിലും കർത്താവ് സിനഗോഗിൽ പോയിരുന്നു. പതിവ് പോലെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ലൂക്ക 4:16 പതിവ് പോലെ എല്ലാ ദിവസവും എല്ലാ സാബത്തിലും ചെയ്യാറുള്ളത് പോലെ ആ സാബത്തിലും പോയി. അപ്പോൾ സിനഗോഗിലെ ശുശ്രൂഷ വചന ശുശ്രൂഷയായിട്ട്, അതാണ് വചന ശുശ്രൂഷയാണത്. അത് കഴിഞ്ഞിട്ട് സിനഗോഗിൽ വചന ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ക്രിസ്തീയ വീടുകളിൽ പോകും. അവിടെയാണ് അപ്പം മുറിക്കൽ എന്ന് പറയുന്ന വിശുദ്ധ കുർബാന. അത് യഹൂദരുടെ അപ്പം മുറിക്കലല്ല. അങ്ങനെയായിരുന്നെങ്കിൽ സിനഗോഗിലോ അല്ലെങ്കിൽ യഹൂദന്മാരെ ഏതെങ്കിലും വീട്ടിൽ വെച്ച് ചെയ്യാമായിരുന്നു. അത് ക്രിസ്ത്യാനിയുടെ വീട്ടിലേ പറ്റൂ. കാരണം ഈ അപ്പം മുറിക്കൽ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണ് ഈ അപ്പം ഭക്ഷിക്കുമ്പോൾ ആത്മശോധന ചെയ്യുമെന്ന് പറയുന്നത്. വെറും ഒരു യഹൂദരുടെ സാധാരണ അപ്പം മുറിക്കലാണെങ്കിൽ ആത്മശോധന ചെയ്യേണ്ട കാര്യമില്ല. ആത്മശോധന ചെയ്യാതെ ഭക്ഷിച്ചാൽ ആരും രോഗിയാവുകയോ മരിച്ചു പോവുകയോ ദുർബലരാവുകയോ ചെയ്യുമായിരുന്നില്ല. ഇത് ആത്മശോധന ചെയ്ത് കഴിക്കണമെന്ന് പറയുന്നതിന് കാരണം അത് കർത്താവിന്റെ മേശയാണ്, കർത്താവിന്റെ പാനപാത്രമാണ്. അത് ദുർഭൂതങ്ങളുടെ പാനപാത്രത്തിൽ അല്ലേ, അതുപോലെ ചെയ്യാൻ പാടില്ല. പെന്തക്കോസ്തക്കാർക്കും യഹോവ സാക്ഷികൾക്കൊന്നും കർത്താവിന്റെ മേശയില്ല, കർത്താവിന്റെ പാനപാത്രവും ഇല്ല. അതുകൊണ്ട് തന്നെ അവർ ദുർഭൂതങ്ങളുടെ പാനപാത്രവും ദുർഭൂതങ്ങളുടെ മേശയിലുമാണ്. അത് ഉപേക്ഷിച്ച് കത്തോലിക്ക സഭയിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും ഈ എംബർ ഇമ്മാനുവേൽക്കാരും ബ്രദർ അസംബ്ലിക്കാരും പ്രൊട്ടസ്റ്റന്റുകാരും എല്ലാവരും കത്തോലിക്ക സഭയിൽ തിരിച്ചു വരണം. കാരണം കർത്താവിന്റെ പാനപാത്രവും കർത്താവിന്റെ മേശയും ഉള്ളത് കത്തോലിക്ക സഭയിലാണ്. അപ്പോൾ സിനഗോഗില് വചന ശുശ്രൂഷ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ടാണ് അനാഫറ എന്ന് പറയുന്ന അപ്പം മുറിക്കൽ നടക്കുന്നത്. രണ്ട് സ്ഥലത്താണ്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. എമ്മാവുസിലേക്ക് പോയി ശിഷ്യന്മാരെ അവിടെ ഈ ഘടനയുണ്ട്. വഴിയിൽ വെച്ചാണ് യേശു വചനം വ്യാഖ്യാനിച്ചത്, വീട്ടിൽ വെച്ചാണ് അനാഫറ നടത്തിയത്. വഴിയിൽ വെച്ച് വചന വ്യാഖ്യാനവും വചന ശുശ്രൂഷയും, വീട്ടിൽ വെച്ച് അനാഫറയും. അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് മുറിച്ച് കൊടുത്തു. അതാണ് അനാഫറ. ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ് എന്നുള്ള ആ വചനങ്ങള് ഇല്ലേ, അത് കൂട്ടിച്ചേർക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ ശരീരഭാഷയുണ്ടായിരുന്നു. എന്താണ്? അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത്, കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തം എന്ന് പറയുന്ന പേരാണ്, പിതാവിന് നന്ദി പറയുക ഇല്ലേ, എവുക്കരിസ്തയോ വാഴ്ത്തുക, എവലുകയോ മുറിക്കുക, ശിഷ്യന്മാർക്ക് കൊടുക്കുക. അതിനെയാണ് അനാഫറ എന്ന് പറയുന്നത്. പിന്നീടാണ് ഇത് എന്റെ ശരീരമാണ്, ഇത് എന്റെ രക്തമാണ് എന്നുള്ള സ്ഥാപന വാക്യങ്ങൾ കുർബാനിൽ വരുന്നത്. വളരെ ആദ്യകാലത്ത് തന്നെ വന്നിരുന്നു പല അനാഫറകളിലും. അതായി മാറി ശിഷ്യന്മാരുടെ പേരുള്ള അനാഫറയിൽ അതുണ്ടായിരുന്നില്ല. അതില്ലാതെ തന്നെയും അത് അനാഫറയാണ് എന്ന് വത്തിക്കാൻ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ ഏറ്റവും അതിപുരാതന സ്വഭാവം വെളിപ്പെടുത്തുന്ന കാര്യവുമാണ് ഈ സ്ഥാപനവാക്യങ്ങൾ ഇല്ലാതെ തന്നെ ഈ അനാഫറ നിലനിന്നിരുന്നു എന്ന സത്യം. ഇതേക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതായി മാറി ശിഷ്യന്മാരുടെ പേരുള്ള അനാഫറയെ കുറിച്ചുള്ള എന്റെ ടോക്കുകൾ പലതും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, വചന ശുശ്രൂഷ സിനഗോഗിൽ വെച്ചും അപ്പം മുറിക്കൽ ശുശ്രൂഷ ക്രിസ്ത്യാനികൾ വീട്ടിൽ വെച്ചുമായിരുന്നു. രണ്ടും രണ്ട് മേശയാണ്, വചനവേദിയും ബലിവേദിയും. അതുകൊണ്ടാണ് ലത്തീൻ സഭയിലാകട്ടെ, സീറോ മലബാർ സഭയിലാകട്ടെ, സീറോ മലങ്കര സഭയിലാകട്ടെ വചന ശുശ്രൂഷയ്ക്ക് വചനവേദി വേണമെന്നും പിന്നെ ബലിവേദി അനാഫറയ്ക്ക് ബലിവേദി വേണമെന്നും പറയുന്നത്. ഒരു വേദി മതി, ബലിവേദി മാത്രം മതി എന്ന് പറഞ്ഞാൽ വചനവേദിയെ നിരാകരിക്കുകയാണ്. യേശു രണ്ട് സ്ഥലത്താണ് ചെയ്തത്, അതിനെ നിരാകരിക്കുകയാണ്. എറണാകുളത്ത് വിമത വൈദികരും ഇരിങ്ങാലക്കുട തൃശ്ശൂരുള്ള കുറെ അച്ഛന്മാരും ചെയ്യുന്ന അതാണ്. ഞങ്ങൾക്ക് ബാമയിൽ പോകാൻ പറ്റില്ല, ഞങ്ങൾക്ക് ബലിവേദി മാത്രം മതി, ബാമ ഇടില്ല എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് ചെയ്ത കാര്യത്തെ തന്നെയാണ് അവർ നിഷേധിക്കുന്നത്. ഈ വചന ശുശ്രൂഷയെ പിന്നീട് ദ ലിറ്റർജി ഫോർ ദ കാറ്റക്യുമെന്റ്സ് എന്ന് വിളിക്കാൻ തുടങ്ങി. അതായത് ക്രിസ്തുവിനുള്ള വിശ്വാസം സ്വീകരിക്കുന്നവർക്ക് വേണ്ടിയുള്ള വചന ശുശ്രൂഷ. അത് കഴിഞ്ഞിട്ട് അനാഫറ മാമോദിസ സ്വീകരിച്ചത് മാത്രം. അതുകൊണ്ട് ഇപ്പൊ സീറോ മലബാർ സഭയുടെ കുർബാനയിൽ നോക്കിയാല് ഈ വിശ്വാസ പ്രമാണം ഇല്ലേ, കഴിഞ്ഞ മുമ്പോ പിമ്പോ ഞാൻ ഓർക്കുന്നില്ല, പറയുന്നുണ്ട് മാമോദിസ സ്വീകരിക്കാത്തവർ പുറത്തു പോകട്ടെ, വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവർ പുറത്തു പോകട്ടെ, അവര് പോയി വാതിൽക്കൽ കാവൽ നിൽക്കട്ടെ. അതായത് മാമോദിസ സ്വീകരിക്കാത്തവര്, ജീവന്റെ അടയാളം സ്വീകരിക്കാത്തവര് അവര് പുറത്തു പോകണം. വിശ്വാസപ്രമാണം ചൊല്ലുന്നതിന് മുമ്പ് ഡീക്കൻ പറയാണ് അവർക്ക് നിൽക്കാനുള്ള സ്ഥലമാണ് മുഖമണ്ഡപം അഥവാ മോണ്ടളം.
പണ്ട് നമ്മുടെ ഈഴവർക്ക് അമ്പലങ്ങളിലൊന്നും ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാരുടെ അമ്പലത്തിൽ പ്രവേശിക്കാൻ പറ്റാത്ത സമയത്ത് പള്ളികൾ തുറന്നു കൊടുത്തു, ക്രിസ്തീയ പള്ളികൾ. അവർക്ക് നിൽക്കാനുള്ള സ്ഥലമായിട്ടാണ് മുഖമണ്ഡപം എന്ന് പറയുന്ന മോണ്ടളം ഉണ്ടായത്. മാമോദിസ സ്വീകരിക്കാത്തവരും വിശുദ്ധ കുർബാന എന്ന ജീവന്റെ അടയാളം സ്വീകരിക്കാത്തവരും പോയി നിൽക്കേണ്ട സ്ഥലമാണത്. ജീവന്റെ അടയാളം മാമോദിസയ്ക്കും പറയും, വിശുദ്ധ കുർബാനയ്ക്കും. അപ്പൊ വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തൊരു വാസ്തുവിൽ പുറത്തു പോയി നിൽക്കണം. ജീവന്റെ അടയാളം മാമോദിസയാണ്. പക്ഷേ മാമോദിസം സൈറലേബനും കുർബാനയും ഒരുമിച്ചാണ് കൊടുക്കുന്നത്. അപ്പൊ ജീവന്റെ അടയാളം എന്ന് പറയുന്നത് പ്രവേശ കൂദാശകളെ മൊത്തത്തിലാണ്. അത് വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവരും മാമോദിസം സ്വീകരിക്കാത്തവര് അവര് പുറത്തുപോയി നിൽക്കണം. കാരണം വിശ്വാസ പ്രമാണം തൊട്ട് അനാഫറ ആരംഭിക്കുകയാണ്. അത് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്, മാമോദിസം സ്വീകരിച്ചവർക്ക് മാത്രം. അപ്പോൾ വചന ശുശ്രൂഷയെ ദ ലിറ്റർജി ഓഫ് ദ കാറ്റക്കമൻസ് എന്ന് പിന്നീട് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ആണ്ടുവർഷത്തിൽ ഒരിക്കലാണ് ഈ മാമോദിസ, ഈസ്റ്റർ വിജിലിന്റെ അന്നാണ് കൊടുക്കുക. ആ ഒരു വർഷം പ്രസവിക്കില്ലേ, ആ വർഷം പ്രസവിച്ച അല്ലെങ്കിൽ ജനിച്ചു വീണ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ, ഇങ്ങനെ സഭയിലേക്ക് വരുന്നവർക്കൊക്കെ അങ്ങനെയായിരുന്നു മാമോദിസ. പിന്നീടാണ് ഇപ്പൊ നമ്മൾ കാണുന്ന തരത്തിലൊക്കെ വന്നു കഴിഞ്ഞത്. ഇത് കർത്താവ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ യേശു എല്ലാവരും രക്ഷിക്കാൻ തന്നെയാണ് യേശു വന്നത്. എങ്കിലും വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ അനേകർക്ക് വേണ്ടി എന്നാണ് പറഞ്ഞത്. അനേകർക്ക് വേണ്ടി. രക്ഷ എല്ലാവർക്കും വേണ്ടിയാണ്, പക്ഷേ വിശുദ്ധ കുർബാന അനേകർക്ക് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ശരിക്കും ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയിൽ പങ്കെടുക്കാൻ യോഗ്യരാകത്തക്ക വിധം ആത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനമേറ്റവർക്ക് ഉള്ളതാണ് വിശുദ്ധ കുർബാന. അത് അനേകർക്ക് വേണ്ടിയുള്ളതാണ്. തീർച്ചയായിട്ടും അനേകർ എന്ന വാക്കിന് എല്ലാവരും അർത്ഥമൊക്കെ ഉണ്ട് പലയിടത്തും. എങ്കിലും വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. രക്ഷ എല്ലാവർക്കും ഉള്ളതാണെങ്കിലും വിശുദ്ധ കുർബാന അനേകർക്കുള്ളതാണ്. ഈ രണ്ട് ഭാഗങ്ങൾ, ലിറ്റർജി ഓഫ് ദ വേർഡ്, വചന ശുശ്രൂഷ, അനാഫ്ര, എല്ലാ ലിറ്റർജിക്കൽ കുടുംബങ്ങളിലും നിങ്ങൾ ഏത് ലിറ്റർജി കുടുംബം എടുത്ത് നോക്കിയോളൂ, അലക്സാണ്ട്രിയൻ, ബൈസന്റൈൻ, അന്തിയോക്യൻ, കൽദായൻ, ലത്തീൻ, അങ്ങനെ ഏത് ലിറ്റർജി നോക്കിയാലും ഈ രണ്ട് ഭാഗങ്ങളുമുണ്ട്. കാരണം അത് കർത്താവിൽ നിന്ന്, സ്ലീഹന്മാരിൽ നിന്ന് വരുന്നതാണ്, നേരിട്ട് വരുന്നതാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 4-ാം നൂറ്റാണ്ട് ഉണ്ടാക്കുന്നത് വെറുതെ നുണ പറഞ്ഞ് പാപം പിഴക്കരുത്. കമന്റ് ബോക്സിൽ വന്ന് ഇടുന്നവരില്ലേ, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 4-ാം നൂറ്റാണ്ടിലാണ് കത്തോലിക്ക സഭ സ്ഥാപിച്ചതെന്ന്. നിങ്ങൾ മറുതലിക്കുന്നത് പരിശുദ്ധാത്മാവിനോടാണ്. നിങ്ങൾ നിരാകരിക്കുന്നത് യേശുവിന്റെ വചനമാണ്. അത് വലിയ ശാപമാണ് നിങ്ങൾക്ക് വരുത്തുക. പെന്തക്കോസ്തക്കാരെ, ദൈവസഭക്കാരെ, ബ്രദറൻ അസംബ്ലിക്കാരെ, എംബർ ഇമ്മാനുവൽക്കാരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെതിരെയാണ് തെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ കത്തോലിക്ക സഭയെ ആക്രമിക്കാൻ വേണ്ടി തിരുവചനത്തെ നിരാകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെതിരെയാണ് നിങ്ങൾ തെറ്റ് ചെയ്യുന്നത്. ഞാനിങ്ങനെ കർശനമായി പറയുന്നതിന് കാരണം നിങ്ങൾ തിന്മയിൽ ആറാടി നിൽക്കുകയാണ്. വചനത്തെ നിരാകരിക്കുന്നതിൽ ആറാടി നിൽക്കുകയാണ്. ഒരു നിലയ്ക്കും മാനസാന്തരപ്പെടാൻ തയ്യാറല്ല എന്ന് വചനത്തോടും പരിശുദ്ധാത്മാവിനോടും നിങ്ങൾ മത്സരിച്ച് മറുതലിക്കുകയാണ്. അത് തിരുത്തുക. ഇതിന്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ആദിമസഭയില് ഈ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ഒരു സ്നേഹവിരുന്ന് നടത്തിയിരുന്നു, അഗാപ്പെ. അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. അത് കൊറിന്തോസിൽ സഭയ്ക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ പോരെ. അതായത് ക്രിസ്ത്യാനി എല്ലാവരും ഒരു കൂട്ടായ്മയാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു സ്നേഹവിരുന്ന് എന്ന് പറയുന്ന ഈ അഗാപ്പെ നടത്തിയിരുന്നത്. അത് പണക്കാര് അവരുടെ സുഭിക്ഷമായ ഭക്ഷണം കൊണ്ടുവന്ന് കഴിച്ചു, പാവങ്ങൾ ഈ ഉണക്ക ബ്രെഡും കൊണ്ടുവന്ന്, അങ്ങനെ ക്രിസ്ത്യാനികളുടെ വലിയ വീടുകളിലാണല്ലോ ഈ കുർബാനയ്ക്ക് സമ്മേളിക്കുന്നത്. അപ്പൊ അവിടെ പണക്കാർക്കൊക്കെ സീറ്റ് കിട്ടി, പാവപ്പെട്ടവർക്ക് സീറ്റും ഇല്ല, ഈ ഉണക്ക ബ്രെഡ്. അങ്ങനെ സഭയിൽ വല്ലാത്തൊരു വിവേചനം, ഒരു ചെറിയവരും വലിയവരും തമ്മിലുള്ള വിവേചനം വന്നു കഴിഞ്ഞപ്പോൾ ആ പരിപാടി അഗാപ്പെ നിർത്തലാക്കി. അത് കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനത്തില് പൗലോസിലേക്ക് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ വരുന്നത്, അത് വീട്ടിൽ നിന്ന് കഴിച്ചാൽ പോരെ. രണ്ടാമത്തെ ഒരു കാര്യമായിരുന്നു ഈ കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-14 അധ്യായങ്ങളില് വരദാനങ്ങൾ, പ്രവചനപരം, ഭാഷാപരം, ദർശനപരം, അങ്ങനെ കുറെ വരങ്ങളുണ്ട്. ആ വരങ്ങളിൽ പലരും ദർശനപരം, പ്രവചനപരം, ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുക. അത് കോലാഹലമായി മാറി. അങ്ങനെ കോലാഹലമായി മാറിയപ്പോഴാണ് പൗലോസ് നിയന്ത്രണം കൊണ്ടുവന്നത്. നിങ്ങൾക്ക് കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനം 14-ാമത്തെ അധ്യായം പ്രത്യേകിച്ച് വായിക്കാം. നിയന്ത്രണം അത് പിന്നെ സാവകാശം നിർത്തിക്കളഞ്ഞു. അപ്പോൾ കുർബാനയ്ക്ക് മുമ്പ് ചെയ്തിരുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് അഗാപ്പെ എന്ന് പറയുന്ന സ്നേഹവിരുന്ന്, മറ്റൊന്ന് ഈ
പ്രവചനപരം, ഭാഷാപരം തുടങ്ങിയ പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരൊക്കെ ഇപ്പോഴും തുള്ളിച്ചാടി പറയുന്നില്ലേ? ഈ വെളിച്ചപ്പാട് തുള്ളുന്ന പോലെ തുള്ളുന്ന പ്രാർത്ഥനയില്ലേ? അതൊക്കെ സഭ നിർത്തിക്കളഞ്ഞതാണ്. കാരണം അത് വല്ലാത്ത വേർതിരിവ് കൊണ്ടുവരികയും അസമത്വം കൊണ്ടുവരികയും ക്രമരാഹിത്യം കൊണ്ടുവരികയും കോലാഹലമാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ സഭ തുടക്കം മുതൽ തന്നെ നിർത്തിക്കളഞ്ഞത്. അത് പൗലോസ് തന്നെ അതിന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കാര്യങ്ങൾ. ഇപ്പോ നമുക്കൊരു കാര്യം വ്യക്തമാകുകയാണ്. ലിറ്റർജി കർത്താവിൽ നിന്ന് സ്ലീഹന്മാരിലേക്ക് നേരിട്ട് കൈമാറി കിട്ടിയതാണ്. സ്ലീഹന്മാരിൽ നിന്ന് നേരിട്ട് കൈമാറി കിട്ടിയതാണ് നമ്മളിപ്പോൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ലിറ്റർജി. ഇത് നമ്മുടെ മനസ്സിൽ രൂപപ്പെടണം. ഞാൻ ഇതിന്റെ കുറെ അധികം ടെക്സ്റ്റുകൾ പിന്നീട് അടുത്ത ടോക്കിൽ ഞാൻ നൽകാം. ഇപ്പൊ ഞാൻ ഇത് പറയുന്നത് ഈ ലിറ്റർജി പിന്നീട് രൂപപ്പെട്ടതാണ്, ദൈവശാസ്ത്രം രൂപം കൊടുത്തതാണ്, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി രൂപം കൊടുത്തതാണ് പറഞ്ഞിട്ട് നുണ തന്നെ പടച്ചുവിടുന്ന കുറെ പേരുണ്ട്. അതല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ശക്തമായ ആർഗ്യുമെന്റ്സ് കഴിഞ്ഞ 4-5 ടോക്കുകളായിട്ട് ഞാൻ നൽകിയത്. ഇത് നിങ്ങൾ ആവർത്തിച്ച് കേൾക്കണമെന്നും എല്ലാ അച്ഛന്മാർക്ക് അയച്ചു കൊടുക്കണമെന്നും അവർ കണ്ടാലും കണ്ടില്ലെങ്കിൽ അയച്ചു കൊടുക്കണമെന്നും അങ്ങനെ ലിറ്റർജിയുടെ പ്രാധാന്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തണമെന്നും അതിലൂടെ ലിറ്റർജിയുടെ ഈ ആഴപ്പെടലിലൂടെ മഹാജൂബിലി മത്സരത്തിന് നമുക്ക് നല്ല രീതിയിൽ ഒരുങ്ങാൻ, അപ്പോഴേക്കും നമ്മുടെ ഈ സീറോ മലബാർ സഭ എന്ന് പറഞ്ഞ സഭ ആയിട്ടില്ല. ഇപ്പൊ 35 രൂപതകൾ ഇങ്ങനെ തനിച്ച് നിൽക്കുകയാണ്. ആ സഭയായി ഐക്യതയിലേക്ക് വരുന്ന ആ പ്രോസസ്സും കൂടി ഈ മഹാജൂബിലി വർഷത്തിൽ നടക്കാനായിട്ട് ഇപ്പോഴേ നമ്മൾ ചില ചുവടുവെപ്പുകൾ നടത്തണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 8 2033 എന്ന മഹാജൂബിലി വർഷത്തിന് ഒരുക്കമായിട്ട്, അതായത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം തികയുന്ന 2033 എന്ന മഹാജൂബിലി വർഷം, അതിന് ഒരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനം, 9 വത്സരം നീണ്ടു നിൽക്കുന്ന ധ്യാനം. അതിലെ ലിറ്റർജിയെക്കുറിച്ചാണ് നമ്മൾ ഞായറാഴ്ചകളിൽ ധ്യാനിക്കുന്നത്. അതിൽ 8ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കാണുക. ഇത് കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ചയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കും എന്ന് ഞാൻ കരുതുന്നു. ലിറ്റർജി, സഭയുടെ ലിറ്റർജി കർത്താവിൽ നിന്ന് നേരിട്ട് വരുന്നതാണ് എന്നും ഇന്ന് സഭയിൽ നമ്മൾ അർപ്പിക്കുന്ന കുർബാനയുടെ മിക്കവാറും എല്ലാ അംശങ്ങളും തന്നെ ബൈബിളിൽ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉണ്ട് എന്നും സ്ഥാപിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് നമ്മളിത് കാണുന്നത്. ഈ നമ്മളിപ്പോൾ അർപ്പിക്കുന്ന കുർബാനയിലെ മിക്ക അംശങ്ങളും പുതിയ നിയമത്തിലുണ്ട്. ഇത് ആചാരങ്ങളൊക്കെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുറെ വിമത വൈദികരും അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റു രൂപതകളിലെ ചില വൈദികരൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ശരിയല്ല. ലിറ്റർജിയുടെ മിക്കവാറും എല്ലാ അംശങ്ങളും തന്നെ ബൈബിളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിനാൽ ഈ മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ കാണുക, തുടർച്ച കാണുക. അന്ത്യത്താഴം, എമാവസിലെ ശുശ്രൂഷ, അതെല്ലാം ഞാൻ വളരെ വിശദമായിട്ട് മുൻപ് പറഞ്ഞു കഴിഞ്ഞു. ആദിമസഭയിലെ പാരമ്പര്യം പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ, അതായത് ക്രിസ്തുവർഷം 55-56 കാലയളവിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുവരെ സഭയിൽ നിലനിന്നിരുന്ന, ആദിമസഭയിൽ നിലനിന്നിരുന്ന പാരമ്പര്യം, വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പാരമ്പര്യം, അത് പൗലോസ് ക്രിസ്തുവർഷം 55-56 കാലയളവിലാണ് കൊറിന്തോസിലെ സഭയ്ക്ക് 1ാമത്തെ ലേഖനം. ആ ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 11ാമത്തെ അധ്യായം 23 മുതൽ 30 വരെ വാക്യങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒന്ന് വായിക്കുകയാണ്. എന്തെന്നാൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം മുറിച്ച് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് കുടിക്കുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവൻ വരുന്നത് വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട്
അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രത്തിൽ കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ഓരോ മനുഷ്യനും ആത്മശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഈ കാരണത്താൽ നിങ്ങളിൽ പലരും ദുർബലരും രോഗികളുമാകുന്നു, അനേകർ മരിച്ചു പോവുകയും ചെയ്തു. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള എത്ര ശക്തമായ ഒരു പാരമ്പര്യമാണ്, വിശുദ്ധ പാരമ്പര്യമാണ് പൗലോസ് കൈമാറുന്നത്. ക്രിസ്തുവർഷം AD 33 യേശുക്രിസ്തു മരിച്ചു. 55 പൗലോസ് അല്ലെങ്കിൽ 56 പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതി ലേഖനം എഴുതുന്നു. അതിനു മുമ്പ് 50 51 പൗലോസ് അവിടെ പോയി സഭ സ്ഥാപിച്ചു. അപ്പോ കർത്താവ് മരിച്ച ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആദിമ സഭയിൽ കുർബാനയുടെ പാരമ്പര്യം വളരെ ശക്തമായി സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ക്രിസ്തു ഉത്ഥാനം ചെയ്തിട്ട് ആദ്യം ചെയ്ത കാര്യം വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ് എമ്മാവസിലെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വെച്ച്. അത് ക്രിസ്തുവിന്റെ ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രവൃത്തി വിശുദ്ധ കുർബാന അർപ്പണമാണ്. വചന ശുശ്രൂഷ വഴിയിൽ വെച്ചും അനാഫറ വീട്ടിൽ വെച്ചും അത് ഇപ്പോഴും സഭയിൽ തുടരുന്നു. വചനവേദിയിൽ വചന ശുശ്രൂഷയും ബലിവേദിയിൽ അനാഫറയും. അത് ക്രിസ്തു നേരിട്ട് ഏൽപ്പിച്ച കാര്യം അങ്ങനെ തന്നെ നമ്മൾ തുടരുകയാണ്. അത് കൊരിന്ത്യർ സഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അക്കാര്യം അവർ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണെന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് പറയണേ. ഇതിനേക്കാൾ ശക്തമായിട്ടും വ്യക്തമായിട്ടും ഇക്കാര്യത്തെക്കുറിച്ച് പറയാൻ പറ്റുമോ? ഇനി ഇതിന്റെ ഈ ഒരു സംഗതിയെക്കുറിച്ച് നടപടി ഗ്രന്ഥത്തിൽ ചുരുക്കമായിട്ട് ലൂക്കാസ് പറയുന്നുണ്ട്. നടപടി ഗ്രന്ഥം 2-ാമത്തെ അധ്യായം 48-ാം വാക്യം. അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം മുറിച്ചും പ്രാർത്ഥന നടത്തിയും അവർ വന്നു. അപ്പസ്തോലന്മാർ ഉപദേശം കേട്ടു എന്ന് വെച്ചാൽ വേദവായനയും വ്യാഖ്യാനവും. കൂട്ടായ്മ ആചരിച്ചു. കൂട്ടായ്മ എന്ന് ഉദ്ദേശിക്കുന്നത് ദരിദ്രരുമുള്ള കൂട്ടായ്മയാണ്. അപ്പോൾ ദരിദ്രർക്ക് വേണ്ടിയുള്ള പണം സമാഹരിച്ചു. അപ്പം മുറിച്ചു എന്ന് വെച്ചാൽ ഈ അപ്പം മുറിക്കുന്നതിനെ കുറിച്ച് പൗലോസ് പറഞ്ഞ കാര്യമാണ്. എന്താണ് അപ്പം മുറിക്കുക എന്ന് പറഞ്ഞാൽ? യഹൂദന്മാരുടെ അപ്പം മുറിക്കലല്ല, മറിച്ച് കൂദാശയാണ്. അതുകൊണ്ടാണ് ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ ആത്മശോധന ചെയ്യണമെന്ന് പറയണേ. സാധാരണ ഒരു അപ്പം മുറിക്കലാണെങ്കിൽ, യഹൂദന്മാർ അപ്പം മുറിക്കലാണെങ്കിൽ ഇതുപോലെ ആത്മശോധന ചെയ്യേണ്ട കാര്യമില്ല. ആത്മശോധന ചെയ്യാതെ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്താൽ നിങ്ങൾ ദുർബലരാകും, രോഗികളാകും, മരിച്ചു പോകുമെന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണ അപ്പം മുറിക്കലല്ല, മറിച്ച് വിശുദ്ധ കുർബാന എന്ന അപ്പം മുറിക്കലാണ്. അതുകൊണ്ടാണ് അപ്പം മുറിച്ചു എന്ന് പറഞ്ഞാൽ കൂദാശ ചെയ്തു, മുറിച്ച് വിതരണം ചെയ്തു എന്ന് പറയുന്നതിന് കാരണം കൂദാശയാണത്. കർത്താവിന്റെ പരിശുദ്ധ പ്രവൃത്തി, പരിശുദ്ധനായവന്റെ പരിശുദ്ധ പ്രവൃത്തി, അതിനാണ് കൂദാശ എന്ന് പറയുക. പിന്നെ പ്രാർത്ഥന നടത്തി, മറ്റു പ്രാർത്ഥനകൾ. ഇതാണ് അപ്പോസ്തല നടപടി 2:42 പറയുന്നത്. ഇത് കൂടാതെ നമുക്ക് മറ്റ് തെളിവുകൾ, പുതിയ നിയമത്തിൽ മറ്റ് തെളിവുകളുണ്ട്. അതായത് വിശുദ്ധ കുർബാനയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന മിക്കവാറും എല്ലാ അംശങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൽ മറ്റ് ഇടങ്ങളിലുണ്ട്. അതൊന്ന് സൂചിപ്പിക്കാം. തിരുവെഴുത്തുകളിൽ നിന്നുള്ള വേദവായന 1 തിമോത്തി 4:13, 1 തെസ്സലോനിക്ക 5:27, കൊളോസസ് ലേഖനം 4:16. തിരുവെഴുത്തുകളിൽ നിന്നുള്ള വേദവായന ലിറ്റർജിയിൽ ഉണ്ടായിരുന്നതിന് തെളിവാണിത്. വചന വ്യാഖ്യാനം നൽകിക്കൊണ്ടുള്ള പ്രസംഗം നടപടി ഗ്രന്ഥം 20:7 അതിന് തെളിവുണ്ട്. സങ്കീർത്തനങ്ങളും കീർത്തനങ്ങളും 1 കൊരിന്തോസ് 14:26, കൊളോസോസ് 3:16, 1 തിമോത്തി 5:19. അതായത് സങ്കീർത്തനങ്ങളും കീർത്തനങ്ങളും കുർബാനയിൽ ഉണ്ടായിരുന്നു എന്ന സൂചനയാണ് ഈ പാഠങ്ങൾ നൽകുന്നത്. കാറോസൂസ, പ്രയർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ, അതുണ്ടായിരുന്നുവെന്ന് 1 തിമോത്തി 2:1-3 സൂചനയുണ്ട്. കാറോസൂസ അതായത് പ്രയർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ, വിവിധ നിയോഗങ്ങൾക്കും വിവിധ ആളുകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക, ആ പാരമ്പര്യം 1 തിമോത്തി 2:8 സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആണുങ്ങൾ തലമുണ്ടിടാതെയും സ്ത്രീകൾ ശിരോവസ്ത്രം ധരിച്ചും ഈ ലിറ്റർജിയിൽ പങ്കെടുത്തിരുന്നുവെന്ന് കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനം 11:4-5 വാക്യങ്ങളിൽ പൗലോസ് സൂചിപ്പിക്കുന്നുണ്ട്. സമാധാന ആശംസ അല്ലെങ്കിൽ സമാധാന ചുംബനം അത് ലിറ്റർജിയിൽ കൈമാറിയിരുന്നുവെന്ന് 1 കൊരിന്തോസ് 16:20, 2 കൊരിന്തോസ് 13:12, 1 തെസ്സലോനിക്ക 5:26 പൗലോസ് സൂചിപ്പിക്കുന്നുണ്ട്. ദരിദ്രർക്കുള്ള പണപ്പിരിവിനെ കുറിച്ച് സൂചിപ്പിച്ചു. അതിനെയാണ് കൂട്ടായ്മ ആചരണം എന്ന് പറയുന്നതെന്നും സൂചിപ്പിച്ചു.
അത് റോമാലേഖനം 15:26, 2 കൊരിന്ത്യർ 9:13 ഈ സൂചനകളുണ്ട്. പിന്നെ ആമേൻ ചൊല്ലിക്കൊണ്ടാണ് പ്രാർത്ഥനകൾ അവസാനിപ്പിച്ചിരുന്നത്. എന്നും എന്നേക്കും ആമേൻ എന്നുള്ള വാക്കുകളും ഉപയോഗിച്ചിരുന്നുവെന്ന് 1 കൊരിന്ത്യർ 14:16, റോമാലേഖനം 16:27 തുടങ്ങിയ സ്ഥലങ്ങളിൽ കാണാം. അപ്പോൾ വേദത്താളുകളില്, സത്യവേദ പുസ്തകത്തില് രേഖപ്പെടുത്തിയിട്ടുള്ള ആ തിരുവചനങ്ങൾ എടുത്തിട്ടാണ്, ആ തിരുവചനങ്ങൾ സമന്വയിപ്പിച്ചിട്ടാണ് നമ്മുടെ സഭയുടെ ലിറ്റർജി രൂപപ്പെട്ടിരിക്കുന്നത്. അത്രമാത്രം ആഴത്തിൽ വേരോടിയിട്ടുള്ള സംഗതിയാണ്, തിരുവചനത്തിൽ ആഴത്തിൽ വേരോടിയിട്ടുള്ള സംഗതിയാണ് ലിറ്റർജി. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. തിരുവചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമാണ് ലിറ്റർജി. ഇത് എന്റെ ശരീരമാണ് എന്ന് ക്രിസ്തുവിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ പുരോഹിതൻ, ക്രിസ്തുവെന്ന ഏക പുരോഹിതന് വേണ്ടി സംസാരിക്കുമ്പോൾ, ഇത് എന്റെ ശരീരമാണ് എന്ന വചനം ഉച്ചരിക്കുമ്പോൾ, യേശുവിന്റെ വചനം ഉച്ചരിക്കുമ്പോൾ അത് അവന്റെ ശരീരമായി മാറുന്നു, വചനത്തിന് ജീവൻ വയ്ക്കുന്നു. ഇത് എന്റെ രക്തമാകുന്നുവെന്ന് ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവ് എന്ന ഏക പുരോഹിതനിൽ നിന്നുകൊണ്ട് ഇന്നത്തെ വൈദികൻ, പട്ടം കിട്ടിയ വൈദികൻ ക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തുവിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ വചനം ഉച്ചരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വചനത്തിന് ജീവൻ വയ്ക്കുന്നു. അതാണ് ഇത് എന്റെ രക്തമാകുന്നത് പറയുമ്പോൾ അത് അവന്റെ ജീവനായി മാറുന്നു, ക്രിസ്തുവിന്റെ ജീവനായി മാറുന്നു, ഉത്ഥാനം ചെയ്ത കർത്താവിന്റെ ജീവനായി മാറുന്നു. അപ്പോൾ തിരുവചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമാണ് ലിറ്റർജി. സവിശേഷമായി വിശുദ്ധ കുർബാന, മറ്റു കൂതാശകളൊക്കെ അങ്ങനെ തന്നെ. തിരുവചനത്തിൽ, വേദപുസ്തകത്തിൽ, തിരുവഴുത്തുകളിൽ, തിരുവചനത്തിൽ ആഴത്തിൽ വേരോടിയിട്ടുള്ള തിരുവചനത്തിന് ആഘോഷമാണ്, പ്രഘോഷണമാണ് ലിറ്റർജി. ഇത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്തരം ഊന്നി പറയുന്നത്. കാരണം പലരുടെയും വിചാരം ലിറ്റർജിയിലുള്ള സംഗതികളൊക്കെ 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും പിന്നെ 8-ാം നൂറ്റാണ്ടിലൊക്കെ രൂപപ്പെട്ടു എന്നുള്ള മട്ടിലാണ് പ്രചരണം. കത്തോലിക്കർക്കെതിരെയുള്ള പ്രചാരണം. ഇപ്പൊ പലതും ഇങ്ങനെ സാമൂഹിക മാധ്യമങ്ങൾ നടക്കുന്നുണ്ട്. എന്റെ ശ്രദ്ധയിൽ വരുന്നതിനൊക്കെ ഞാൻ മറുപടി നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ, ലിറ്റർജിയിൽ പങ്കെടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കൊടുക്കൽ വാങ്ങലുണ്ട്. തിരുവചനങ്ങൾ ലിറ്റർജിയിലേക്ക് നയിക്കുന്നു, ലിറ്റർജി തിരുവചനത്തിൽ നിന്ന് ഉയരെടുക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തിരുവചനങ്ങൾ ആഴത്തിൽ അനുഭവിച്ച് പ്രഖ്യാപിക്കുന്ന, പ്രഘോഷിക്കുന്ന നിമിഷമാണ് ലിറ്റർജി. ആവർത്തിക്കട്ടെ, തിരുവചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമാണ് ലിറ്റർജി. അതുകൊണ്ടാണ് ലിറ്റർജിയിലെ പ്രാർത്ഥനകളെല്ലാം തന്നെ തിരുവചനങ്ങളിൽ അടിസ്ഥാനമിട്ട്, തിരുവചനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും വാക്യങ്ങളും ഭാഷാ സങ്കേതങ്ങൾ ഉപയോഗിച്ച് സഭ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ ലിറ്റർജിയിലേക്കും, ലിറ്റർജി പഠിക്കുമ്പോൾ, ലിറ്റർജി സംബന്ധിക്കുമ്പോൾ തിരുവചനത്തിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യാത്ര, ഒരു തീർത്ഥയാത്ര നടത്താൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾ ലിറ്റർജി തിരുവചന മയമായി മാറട്ടെ. നമ്മൾ തന്നെയും വചനമായി രൂപാന്തരപ്പെടട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്രമിലച്ചൻ. ലിറ്റർജി ക്ലാസ് 9, മഹാജൂബിലി 2033 എന്ന മഹാജൂബിലി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം തികയുന്ന 2033 എന്ന മഹാജൂബിലി. അതിലൊരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനം, 9 സംവത്സരങ്ങൾ നീണ്ടു നിൽക്കുന്ന ധ്യാനം. അതിൽ ലിറ്റർജിയെക്കുറിച്ച് ഞായറാഴ്ചകളിൽ നമ്മൾ ലിറ്റർജിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിൽ 9ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ഈ കഴിഞ്ഞ 8 ക്ലാസ്സുകൾ നിങ്ങൾ പരിശോധിച്ച് കാണും. അതായത് ഈ ലിറ്റർജി എന്ന് പറയുന്ന സവിശേഷമായി വിശുദ്ധ കുർബാന കർത്താവീശോ മിശിഹായിൽ നേരിട്ട് വന്നതാണെന്നും അതിന്റെ ഘടന കർത്താവീശോ മിശിഹ തന്നെ നൽകിയതാണെന്നും കുർബാനയിലെ മിക്കവാറും എല്ലാ ഘടകങ്ങളും തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ളതാണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾ ഈ 8 എപ്പിസോഡുകൾ കാണണം, പല പ്രാവശ്യം കാണണം. അത് കണ്ടിട്ട് വേണം നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാൻ. ഈ ബൈബിളിൽ നമ്മൾ മൊത്തം അത് എടുക്കുകയാണെങ്കിൽ ഒരു 4 മണിക്കൂർ നേരത്തെ സംഗതികളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ബൈബിളിലെ അതിന്റെ അംശങ്ങൾ. അതിൽ നിന്നും അടുത്ത ചുവടുവെപ്പ് നമ്മൾ അടുത്ത ചുവടുവെപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണത്? അപ്പസ്തോലിക പിതാക്കന്മാര്, അതായത് കർത്താവിൽ നിന്ന് അപ്പസ്തോലന്മാരിലേക്ക്, അപ്പസ്തോലന്മാരിൽ നിന്ന് അപ്പസ്തോലിക പിതാക്കന്മാരിലേക്ക്, അപ്പസ്തോലിക് ഫാദേഴ്സ്. അതായത് 1-ാം നൂറ്റാണ്ടിന്റെ സമാപനത്തിലും
2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും കർത്താവ് ഈശോ മിശിഹായിൽ നിന്ന് സ്ലീഹന്മാരിലേക്കും സ്ലീഹന്മാരിൽ നിന്ന് ശ്ലൈഹിക പിതാക്കന്മാരിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ട പാരമ്പര്യം, അതിനാണ് വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പാരമ്പര്യങ്ങളിൽ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഏറ്റവും പ്രാചീനമായ ചില വീക്ഷണങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. അതായത് പലരും പറയുന്നത് 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയൊക്കെ ചെയ്തു നോക്കിയാണല്ലോ. അതൊക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് ഞാൻ പറയുന്നത്. കർത്താവീശോ മിശിഹായിൽ നിന്ന് വന്നതാണെന്നുള്ള കാര്യം അത് നമ്മൾ വളരെ ശക്തമായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞു. ആ കർത്താവീശോ മിശിഹായിൽ നിന്ന് സ്ലീഹന്മാരെ കൈമാറി കിട്ടിയ കാര്യം നമ്മൾ പറഞ്ഞു. സ്ലീഹന്മാരിൽ നിന്ന് ശ്ലൈഹിക പിതാക്കന്മാരിലേക്ക്, അപ്പസ്തോലിക പിതാക്കന്മാരിലേക്ക് കൈമാറി കിട്ടിയ കാര്യമാണ് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത്. ആ തുടർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിഡാഹെ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ക്രിസ്തുവർഷം 90 എഴുതപ്പെട്ടതാണിത്. മുൻപ് കരുതപ്പെട്ടിരുന്നത് 100 എഴുതപ്പെട്ടെന്നാണ്. ക്രിസ്തുവർഷം 100 ഇപ്പോൾ പറയുന്നത് ക്രിസ്തുവർഷം 90 അത് എഴുതപ്പെട്ടുവെന്നാണ്. അത് ഏകദേശം സ്ഥാപിക്കപ്പെട്ട കാര്യമാണ്. 12 അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ എന്നാണ് അതിനുള്ള മറ്റൊരു പേര്. സഭയില് കൂദാശകൾ എങ്ങനെയാണ് പരികർമ്മം ചെയ്തിരുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ ശക്തമായ പ്രധാനപ്പെട്ട രേഖയാണിത്. ഈ ഡിഡാഹേയില് പറയുന്ന 2 കാര്യങ്ങൾ, 2 സ്ഥലത്ത് പറയുന്ന 14-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും പറയുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. 14-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ഡിഡാഹേയിൽ കാണുന്ന ഇങ്ങനെയാണ്: കർത്താവിന്റെ ദിവസത്തിൽ നിങ്ങൾ സമ്മേളിക്കണം. സാബത്തിൽ എന്നുള്ള വാക്ക് മാറ്റിക്കളഞ്ഞു. സാബത്ത് ശനിയാഴ്ചയാണ്. കർത്താവിന്റെ ദിവസം, വെളിപാട് പുസ്തകം 1:10 അങ്ങനെ പറയുന്നത്. കർത്താവിന്റെ ദിവസം, കർത്താവിന്റെ ദിവസം ആഴ്ചയുടെ ആദ്യ ദിവസമാണ്. യഹൂദന്മാരുടെ ആഴ്ചയിൽ അവസാനത്തെ ദിവസമല്ല, സാബത്തല്ല. ഞാൻ സാബത്തിന്റെ കർത്താവാണ് എന്ന് പറഞ്ഞ കർത്താവ് ഈശോ മിശിഹാ സാബത്ത് ശനിയാഴ്ചയിൽ നിന്നും ഞായറാഴ്ചയിലേക്ക് മാറ്റി. മാത്രമല്ല, സാബത്ത് എന്ന വാക്ക് മാറ്റി കർത്താവിന്റെ ദിവസം എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ കർത്താവിന്റെ ദിവസത്തിൽ നിങ്ങൾ സമ്മേളിക്കണം. ഞായറാഴ്ചയിൽ എന്ന് പറഞ്ഞിട്ടില്ല, കർത്താവിന്റെ ദിവസത്തിൽ. ഞായറാഴ്ച എന്ന് വെച്ചാൽ സൂര്യന്റെ ദിനം. സൂര്യന്റെ ദിനത്തിൽ സമ്മേളിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, കർത്താവിന്റെ ദിവസത്തിൽ സമ്മേളിക്കണം. അതുകൊണ്ട് സാബത്ത് ശനിയാഴ്ചയിൽ നിന്ന് ഞായറാഴ്ചയിലാക്കിയത് കർത്താവ് ഈശോ മിശിഹായാണ്, അല്ലാതെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അല്ല. ആഴ്ചയുടെ ആദ്യ ദിവസം, അതായത് നമ്മുടെ ഞായറാഴ്ച, പക്ഷെ ആഴ്ചയുടെ ആദ്യ ദിവസമാണത്. ആഴ്ചയുടെ ആദ്യ ദിവസം എന്നേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ. കർത്താവിന്റെ ദിവസം എന്നേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ. ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ടില്ല, സൂര്യന്റെ ദിവസം എന്ന് പറഞ്ഞിട്ടില്ല. അന്നാണ് കർത്താവ് ഉത്ഥാനം ചെയ്തത്. കർത്താവിന്റെ ദിവസത്തില് ആഴ്ചയുടെ ആദ്യത്തെ ദിവസം. ആ ഉത്ഥിതമായുള്ള കൂടിക്കാഴ്ചകൾ നടന്നതും അന്ന് തന്നെയാണ്. ആ ഉത്ഥിതമായുള്ള കൂടിക്കാഴ്ചയാണ് കർത്താവിന്റെ ദിവസം നടക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിന്റെ ദിവസത്തിൽ നിങ്ങൾ സമ്മേളിക്കണം. അപ്പം മുറിച്ച് നന്ദി പ്രകാശിപ്പിക്കണം. നന്ദി പ്രകാശിപ്പിക്കുന്ന കൃതജ്ഞതാസ്തോത്രം ചെയ്യുന്ന പറഞ്ഞാൽ കർത്താവെങ്കിലേക്ക് ഈ അപ്പം ഉയർത്തിപ്പിടിക്കണമെന്നാണ്. ദൈവത്തിന് ഉപയോഗത്തിന് ഈ അപ്പം ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ അപ്പത്തിലേക്ക് പരിശുദ്ധാത്മ ഇറങ്ങി വന്ന് ആ അപ്പത്തെ അവന്റെ തന്നെ ശരീരമാക്കി രൂപാന്തരപ്പെടുത്തുന്നു. നിങ്ങളുടെ ബലി നിർമ്മലമായിരിക്കേണ്ടതിന് നിങ്ങളുടെ ലംഘനങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം. നിങ്ങളുടെ ബലി നിർമ്മലമായിരിക്കേണ്ടതിന് നിങ്ങളുടെ ലംഘനങ്ങള് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം. ആരും തങ്ങളുടെ അയൽക്കാരനുമായി കലഹിക്കാതിരിക്കട്ടെ. കർത്താവുമായി രമ്യതപ്പെടുക. എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും ശുദ്ധമായ ബലി അർപ്പിക്കപ്പെടട്ടെ. എന്തെന്നാൽ ഞാൻ മഹാനായ രാജാവാണ്. എന്റെ നാമം വിജാതിരുടെ ഇടയിൽ വിസ്മയനീയമാണ് എന്ന് കർത്താവ് പറയുന്നു. ഡിഡാക്കെ 14:1-2. ഇനി ഡിഡാക്കെ എന്ന് പറയുന്ന അപ്പസ്തോലന്മാരുടെ 12 അപ്പസ്തോല പ്രബോധനം എന്ന് പറയുന്ന ഡിഡാക്കയില് 9-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് അങ്ങനെയാണ് തുടങ്ങുന്നത്. കൃതജ്ഞത അർപ്പിക്കുക, എവിക്കരിസ്തയോ. ഞാൻ പറഞ്ഞല്ലോ, അപ്പവും വീഞ്ഞുമെടുത്ത് ദൈവത്തിങ്കിലേക്ക് ഉയർത്തിപ്പിടിക്കുക, എന്നിട്ട് ദൈവത്തിന് നന്ദി പറയുക. ഉയർത്തിപ്പിടിച്ച് നന്ദി പറയുക, അതാണ് കൃതജ്ഞത എന്ന് പറയുന്നത്. എവിക്കരിസ്തോ എന്ന് ഗ്രീക്കില് നന്ദി. കൃതജ്ഞത കർത്താവ് അങ്ങനെ ചെയ്തത്. അപ്പോൾ കൃതജ്ഞത അർപ്പിക്കുക. ആദ്യം പാനപാത്രത്തെക്കുറിച്ച് നാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: ഞങ്ങളുടെ പിതാവേ, നിന്റെ പുത്രനായ ദാവീദിന്റെ ഈ വിശുദ്ധ വീഞ്ഞിനെ കുറിച്ച് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങേ പുത്രനായ ക്രിസ്തു വഴി ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതാണല്ലോ ഈ വിശുദ്ധ വീഞ്ഞ്. അങ്ങേക്ക് എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ വീഞ്ഞ് അങ്ങേ പുത്രനായ ക്രിസ്തു വഴി ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതാണല്ലോ ഈ വിശുദ്ധ വീഞ്ഞ്. അങ്ങേക്ക് എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. പിന്നെ മുറിക്കപ്പെട്ട അപ്പത്തെക്കുറിച്ച്: ഞങ്ങളുടെ പിതാവേ, അങ്ങേ പുത്രനായ യേശു വഴി ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ ജീവനെയും
അറിവിനെയും കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേക്ക് എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. അങ്ങേ പുത്രനായ യേശു വഴി ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ ജീവൻ, ദൈവിക ജീവൻ, ദൈവത്തിന്റെ ജീവൻ, അറിവാണ് ജീവൻ എന്ന് യോഹന്നാന്റെ സുവിശേഷം 17:3 പറഞ്ഞിട്ടുണ്ട്. അറിവെന്ന് പറഞ്ഞാൽ ഒന്നാകലാണ്, ഒന്നാകല്. ഞാൻ ഏതൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു പൂവിനെ അറിയാന്ന് പറഞ്ഞാൽ ആ പൂവ് ഞാൻ ചവച്ച് അതുമായിട്ട് ഒന്നായാലേ അതിന്റെ രുചി മനസ്സിലാകൂ. അപ്പോൾ കളർ അറിഞ്ഞാലും ഇല്ലേ, അതിന്റെ വർണ്ണം അറിഞ്ഞാൽ പോരാ, അതിന് തൂക്കം അറിഞ്ഞാൽ പോരാ, അതിന്റെ രുചി കൂടി അറിയണം. അത് മറ്റൊന്നായാലേ രുചി അറിയാൻ പറ്റൂ. അപ്പോൾ അറിവ്, ശരിക്കുള്ള അറിവെന്ന് പറഞ്ഞാൽ ഒന്നാകലാണ്. ഇല്ലേ, പിതാവായ ദൈവത്തെയും അവനയച്ച പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ദൈവമായിട്ട് ഒന്നാകുന്നതാണ് നിത്യജീവൻ. ആ ഒന്നാകൽ സംഭവിക്കുന്നത് ഈ മുറിക്കപ്പെട്ട അപ്പം ഭക്ഷിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇത് വാങ്ങി ഭക്ഷിക്കുക എന്ന് പറയുന്നത്. ദൈവമായിട്ട് ഒന്നാകണം, അപ്പോഴേ നിത്യജീവൻ ഉണ്ടാകൂ. അങ്ങനെ വിശുദ്ധ കുർബാന ഇല്ലാത്ത സമുദായങ്ങള്, പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര്, അവർക്കൊക്കെ കർത്തൃമാശയൊക്കെ ഉണ്ട്, പക്ഷെ കുർബാനയില്ല. കാരണം എന്താ? അവർക്ക് പൗരോഹിത്യമില്ല. ഈ ക്രിസ്തുവിൽ നിന്ന് സ്ലീഹന്മാരിലൂടെ വരുന്ന കൗദാശിക പിന്തുടർച്ചയില്ലാതെ അപ്പം മുറിച്ചാൽ അത് വെറും അപ്പമേ ആകൂ, വിശുദ്ധ കുർബാനയാകില്ല, കർത്താവിന് ശരീരമാകില്ല. ക്രിസ്തുവിൽ നിന്ന് സ്ലീഹന്മാരിലൂടെ, മെത്രാന്മാരിലൂടെ, വൈദികരിലൂടെ, പുരോഹിതരിലൂടെ വരുന്ന ആ ശ്ലൈഹിക പിന്തുടർച്ചയില്ലെങ്കിൽ, കൗദാശിക പിന്തുടർച്ചയില്ലെങ്കിൽ, വീഞ്ഞെടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടൊന്നും അത് കൂദാശിയാകില്ല, കർത്താവിന്റെ തിരുരക്തമാകില്ല. അതിനാൽ ഈ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയവർക്കൊന്നും കൂദാശിയില്ല. കാരണം അവർക്ക് പൗരോഹിത്യമില്ല, ഈ ശ്ലൈഹിക കൗദാശിക പിന്തുടർച്ചയില്ല. അവര് മറ്റേതെങ്കിലും മതസ്ഥർ ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രാർത്ഥനയല്ലാതെ അവരുടേത് കർത്താവിന്റെ തിരുശരീരം തിരക്കുമായി മാറുന്ന കൗദാശിക യാഥാർത്ഥ്യമല്ല. അവർക്കതില്ല. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിലെ കൂദാശികൾ അവർ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പുരോഹിതന്മാരില്ല, പുരോഹിതന്മാരുണ്ടാക്കാൻ കഴിയില്ല. കാരണം അവർ ഈ അടുത്ത കാലത്ത് പൊട്ടിമുളച്ചതാണ്. കർത്താവ് ശംശിക സ്ഥാപിച്ച സഭയല്ലല്ലോ അവരുടേത്. അവര് ദൈവസഭ എന്ന് പറഞ്ഞാലും കർത്താവ് ശംശിക സ്ഥാപിച്ചതല്ലല്ലോ. അവര് പെന്തക്കോസ്തക്കാരെന്ന് പറഞ്ഞാലും പെന്തക്കോസ്ത അനുഭവമുള്ളവരല്ലല്ലോ. ഭാഷാവർത്തന പ്രാർത്ഥിക്കുന്നതും പിന്നെ കുറെ ദർശനങ്ങളുള്ളതും അത്ഭുതങ്ങൾ ചെയ്യുന്നതും അതൊന്നല്ല പെന്തക്കോസ്ത അനുഭവം. പരിശുദ്ധാത്മന്റെ ആവാസമാണ്. പരിശുദ്ധാത്മന്റെ ആവാസം. ഈ കരിസ്മാറ്റിക് ആയിട്ടുള്ള ചില വരദാനങ്ങൾ കിട്ടിയാൽ അത് പരിശുദ്ധാത്മാവാണ് തെറ്റിദ്ധരിക്കുന്നവരാണ് അവര്. അതാണ് അവരുടെ തെറ്റും. പരിശുദ്ധാത്മാന്റെ ആവാസമാണ് പെന്തക്കോസ്ത അനുഭവം. അത് അവർക്ക് എവിടെയുള്ളത്? അവർക്കില്ല. അവർക്ക് ചില ഇല്ലേ ഇങ്ങനെ ആട്ടവും തുള്ളലും പാട്ടും കൂത്തും, അതൊരു DJ പാർട്ടി, ഒരു ഭക്തിമയമായ DJ പാർട്ടി. അതാണ് പെന്തക്കോസ്തക്കാരുടെ ആരാധന. അല്ലാതെ കൗദാശികമായ യാഥാർത്ഥ്യം അവർക്കില്ല. എന്നിട്ട് ഒരു പ്രാർത്ഥന കൂടി പറയാണ്. പർവ്വതങ്ങൾ ചിതറിക്കിടക്കുന്ന ധാന്യമണികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ട ഈ മുറിക്കപ്പെട്ട അപ്പം പോലെ ഈ അപ്പമാകാനായി അവയെല്ലാം, ആ ധാന്യമണികളെല്ലാം ഒന്നിച്ചു കൂട്ടപ്പെട്ടതുപോലെ നിന്റെ സഭയെയും ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അങ്ങയുടെ രാജ്യത്തിലേക്ക് ഒരുമിച്ച് കൂട്ടണമേ. എന്നാൽ അങ്ങയുടേതാണ് മഹത്വവും ശക്തിയും യേശുക്രിസ്തു വഴി എന്നേക്കും. ആമേൻ. ക്രിസ്തുവർഷം 90-ൽ എഴുതപ്പെട്ട 12 അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളിൽ പറഞ്ഞ ഡിഡാഹയിലാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഇത്രയും ശക്തമായ സാക്ഷ്യം കിടക്കുന്നത്. ഇപ്പൊ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ. യേശുക്രിസ്തു നേരിട്ട് വരുന്നതാണ് വിശുദ്ധ ലിറ്റർജി, വിശുദ്ധ കുർബാന എന്ന് ശക്തിയുക്തം തെളിവുകൾ സഹിതം, വിശുദ്ധ ഗ്രന്ഥത്തിൽ തെളിവുകൾ സഹിതം ഞാൻ സ്ഥാപിച്ചു കഴിഞ്ഞു. അതിൽ നിന്നും അടുത്തൊരു ഘട്ടത്തിലേക്ക് ചുവടുവെപ്പ് പറയുകയാണ്. അപ്പസ്തോലിക പിതാക്കന്മാരിലേക്ക് ആ പാരമ്പര്യം, വിശുദ്ധ പാരമ്പര്യം കൈമാറ്റപ്പെടുകയും അത് നമുക്ക് വേണ്ടി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും എങ്ങനെയാണ് ഈ വിവരമില്ലാത്ത വേദശാസ്ത്രികൾക്കും പെന്തക്കോസ്തക്കാർക്കും ദൈവസഭക്കാർക്കും ഇതെല്ലാം 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും ഉണ്ടായതാണെന്ന് പറയാൻ കഴിയുന്നത്? ഇതോ 1-ാം നൂറ്റാണ്ടിലെ കാര്യമല്ലേ പറയണേ? ഈ ക്രിസ്തുവർഷം 90-കളിൽ എഴുതപ്പെട്ടത്. ഇതിനു മുമ്പ് കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം ക്രിസ്തുവർഷം 55-ൽ എഴുതപ്പെട്ടതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 55, 56-ലൊക്കെ. അതിനു മുമ്പുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് നമുക്ക് തെളിവുകൾ ഹാജരാക്കാൻ കഴിയുക? വിശുദ്ധ കുർബാന കർത്താവിൽ നിന്ന് നേരിട്ട് വരുന്ന കൂദാശയാണ് എന്ന സത്യം തെളിയിക്കാൻ ഇതിൽ കൂടുതൽ തെളിവുകൾ വേണോ? അതിനാൽ തുറന്ന ഹൃദയത്തോടെ ഈ കത്തോലിക്ക സഭയിൽ വിട്ടുപോയവരും തുറന്ന ഹൃദയത്തോടെ ചരിത്രരേഖകളെയും തിരുവചനങ്ങളെയും വിശുദ്ധ പാരമ്പര്യങ്ങളെയും സമീപിക്കണമെന്നും സ്വീകരിക്കണമെന്നും അതാണ് കർത്താവിന് ഹിതമെന്നും പരിശുദ്ധാത്മാവ് അതാണ് വെളിപ്പെടുത്തുന്നതെന്നും
അവർക്ക് ബോധ്യപ്പെടാൻ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരും ഹൃദയം തുറക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 10. 2033 എന്ന മഹാജൂബിലി വർഷത്തിന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം തികയുന്ന 2033 എന്ന മഹാജൂബിലി വർഷത്തിന് ഒരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ലിറ്റർജിയെക്കുറിച്ച്, സഭയുടെ ലിറ്റർജിയെക്കുറിച്ച് പഠിക്കുകയാണ്. അതിൽ 10ാമത്തെ ക്ലാസ്സാണിത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് സഭാപിതാക്കന്മാർ എന്ന് വെച്ചാൽ അപ്പസ്തോലിക പിതാക്കന്മാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് യേശു തിരഞ്ഞെടുത്ത 12 അപ്പസ്തോലന്മാരുടെ കൂടെ ജീവിച്ചിരുന്നവരും അവർ ശിഷ്യന്മാരായിരുന്നവരുമായ ആളുകളുടെ സാക്ഷ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൂടെ ജീവിച്ച അപ്പസ്തോലന്മാരുടെ ശിഷ്യന്മാർ അല്ലെങ്കിൽ അവർ കൂടെ ജീവിച്ചിരുന്ന ആളുകൾ സാക്ഷ്യം. നമുക്ക് കിട്ടാത്ത ഒരുപാട് രേഖകൾ അവർക്ക് കിട്ടിയിരുന്നു. അവരിൽ മിക്കവരും തന്നെ ഹീബ്രു, ഗ്രീക്ക്, ലത്തീൻ ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്നു. നമുക്ക് ബൈബിളിലെ കയ്യെഴുത്തുപ്രതി കിട്ടുന്നതിന് മുൻപ് നമ്മൾ ഈ അപ്പസ്തോലിക പിതാക്കന്മാരെയും സഭാപിതാക്കന്മാരെയും ആശ്രയിച്ചിട്ടാണ് കർത്താവിന്റെ വചനങ്ങൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ വളരെ ശക്തമായ സാക്ഷ്യങ്ങളാണ് ഈ അപ്പസ്തോലിക പിതാക്കന്മാരുടെ. ഇന്ന് നമ്മൾ അങ്ങനെയുള്ള അപ്പസ്തോലിക പിതാക്കന്മാരിൽ ഒരാളായ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് അദ്ദേഹം മരിച്ചത് ക്രിസ്തുവർഷം 108 ക്രിസ്തുവർഷം 108. അപ്പസ്തോലനായ യോഹന്നാൻ സ്ലീഹായുടെ ശിഷ്യനായിരുന്നു പോളികാർപ്പിനോടൊപ്പം ഈ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്. അന്നത്തെ റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന സിറിയയിൽ നിന്നുള്ള ആളാണ്. റോമായിലേക്ക് പോകുന്ന വഴി ആണ് അദ്ദേഹം രക്തസാക്ഷിയായിട്ട് കൊല്ലപ്പെടുന്നത്. അന്ത്യോക്യയിലെ പാത്രിയാർക്കീസ് ആയിരുന്നു വിശുദ്ധ ഇഗ്നേഷ്യസ്. ഈ വിശുദ്ധ ഇഗ്നേഷ്യസ് ഞാൻ പറഞ്ഞല്ലോ യോഹന്നാൻ സ്ലീഹായുടെ നേരിട്ടുള്ള ശിഷ്യനായിരുന്നു പോളികാർപ്പിനോടൊപ്പം. അദ്ദേഹം 7 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ 7 ലേഖനങ്ങളിൽ 3 ലേഖനങ്ങളിലെ വചനങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട 3 അദ്ദേഹത്തിന്റെ 3 പ്രസ്താവനകൾ. റോമാക്കാർക്കുള്ള ലേഖനം വിശുദ്ധ ഇഗ്നേഷ്യസ്, അന്ത്യോക്യയിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് 7ാമത്തെ അധ്യായം 3ാമത്തെ വാക്യം, നശിച്ചു പോകുന്ന അപ്പം കിട്ടാൻ എനിക്ക് മോഹമില്ല, ഈ ലോകത്ത് സന്തോഷങ്ങൾ അനുഭവിക്കാൻ താല്പര്യവുമില്ല, എന്നാൽ ദൈവത്തിന്റെ അപ്പത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അത് ദാവീദന്റെ വിത്തായ നമ്മുടെ ഈശോ മിശിഹായുടെ മാംസമാണ്. അതാണ് ദൈവത്തിന്റെ അപ്പം. അനശ്വരമായ അവന്റെ രക്തം പാനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള യോഹന്നാൻ സ്ലീഹയുടെ ശിഷ്യനായിരുന്ന വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ സാക്ഷ്യമാണിത്. ദൈവത്തിന്റെ അപ്പത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ദൈവത്തിന്റെ അപ്പം? അത് ദാവീദന്റെ വിത്തായ നമ്മുടെ ഈശോ മിശിഹായുടെ മാംസമാണ്. അനശ്വരമായ അവന്റെ രക്തം പാനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫിലാദൽഫിയൻസിനുള്ള ലേഖനത്തില് 4:1 അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു. അന്ത്യോക്യയിൽ വെച്ച് ഇഗ്നേഷ്യസ്, യോഹന്നാൻ സ്ലീഹായുടെ നേരിട്ടുള്ള ശിഷ്യൻ, ദൈവത്തിന് ചേർന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നതിന് വേണ്ടി കുർബാന സ്വീകരിക്കാൻ മനസ്സിരുത്തുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ മാംസം ഒന്നേയുള്ളൂ. അവന്റെ രക്തത്തിലുള്ള ഐക്യതയായ ഒരു പാനപാത്രമേയുള്ളൂ. ഒരു ആൾക്കാരെയും ഒരു മെത്രാനും അവന്റെ വൈദികരും മാത്രമേയുള്ളൂ. ദൈവത്തിന് ചേർന്ന വിധത്തില് എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ അനുദിനം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ മനസ്സിരുത്തുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ മാംസം ഒന്നേയുള്ളൂ. അവന്റെ രക്തത്തിലുള്ള ഐക്യതയായ ഒരൊറ്റ പാനപാത്രമേയുള്ളൂ. ഒരു ആൾക്കാരെയും ഒരു മെത്രാനും ഒരു വൈദിക സമൂഹമേ ഉള്ളൂ. ഇത് പൗലോസ്ലീഹായുടെ തിരുവചനങ്ങളുമായിട്ട് വളരെ അടുത്തു വരുന്ന ഒരു സാക്ഷ്യമാണിത്. സ്മിർനക്കാർക്കുള്ള ലേഖനം 7:1 അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. അവര് ജ്ഞാനവാദികള്, ഗ്നോസ്റ്റിസിസത്തിന്റെ ആളുകള്, ജ്ഞാനവാദികള് വിശുദ്ധ കുർബാനയ്ക്കും വരില്ല, പ്രാർത്ഥനയ്ക്കും വരില്ല. കാരണം നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ മാംസമാണ് വിശുദ്ധ കുർബാന എന്ന്
അവർ വിശ്വസിക്കുകയോ ഏറ്റുപറയുകയോ ചെയ്യുന്നില്ല. അതിലൂടെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സകലത്തിന് വിധേയനായി മരിക്കുകയും ദൈവപിതാവ് വീണ്ടും ഉയർപ്പിക്കുകയും ചെയ്ത ക്രിസ്തുവിന്റെ മാംസത്തെ തന്നെയാണ് അവർ നിരാകരിക്കുന്നത്. അപ്പൊ ഈ പെന്തക്കസ്തക്കാര്, ദൈവസഭക്കാര്, യഹോവ സാക്ഷികള്, ബ്രദറൻ അസംബ്ലിക്കാര്, ലൂതറൻസ് ഒഴികെയുള്ള പ്രൊട്ടസ്റ്റന്റുകാര്, ലൂതറൻസ് കുറച്ചൊക്കെ കത്തോലിക്ക വിശ്വാസത്തോട് അടുത്ത് വരുന്നവരാണ്, ആംഗ്ലിക്കൻസും കത്തോലിക്ക വിശ്വാസത്തോട് അടുത്ത് വരുന്നവരാണ്. ഈ മറ്റുള്ളവരൊക്കെ ഈ അന്നത്തെ കാലത്തെ, അതായത് 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലോ 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലുള്ള ജ്ഞാനവാദികളെ പോലെയാണ്. അവര് കുർബാനയ്ക്ക് വരില്ല, പ്രാർത്ഥനയ്ക്ക് വരില്ല. കാരണം നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ മാംസമാണ് വിശുദ്ധ കുർബാനയെന്ന് അവർ വിശ്വസിക്കുകയോ ഏറ്റുപറയുകയോ ചെയ്യുന്നില്ല. അതിലൂടെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സകലത്തിന് വിധേയനായി മരിച്ച യേശുവിനെ, ദൈവപിതാവ് വീണ്ടും ഉയർപ്പിച്ച യേശുവിനെ, അവന്റെ മാംസത്തെ, അവന്റെ ശരീരത്തെ അവർ നിരാകരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര്, അങ്ങനെയുള്ള ആളുകൾ, കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഇവന്റെ മാംസം ഭക്ഷിക്കാൻ നമുക്ക് എങ്ങനെ കഴിയുമെന്ന് യഹൂദന്മാര് ചോദിച്ചതുപോലെ, യൂദാസ് കർത്താവുമായിട്ട് തെറ്റി പിരിഞ്ഞതുപോലെ, നിങ്ങൾ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലേ, നിങ്ങൾ ഒരുവൻ പിശാചാണ് എന്ന് യേശു പറയേണ്ടി വന്നു യൂദാസിനോട്. കാരണം വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള, ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള യേശുവിന്റെ പ്രബോധനം സ്വീകരിക്കാൻ പല യഹൂദന്മാരെ പോലെ യൂദാസിന് കഴിഞ്ഞില്ല. അവരുടെ ഗണത്തിലാണ് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവര്. അപ്പൊ നമ്മൾ ഇവരെ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലൊക്കെ ജ്ഞാനവാദികളും ഇതുപോലെ നിഷേധിച്ചവരാ. അവരൊക്കെ എവിടെ പോയി? കുറച്ച് കല്ലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവരില്ലാണ്ടായി. കത്തോലിക്ക സഭ ഇല്ലാതായില്ല. ഇപ്പൊ നമുക്കറിയാം, പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര്, അവരെല്ലാം തിരിച്ചു വരികയല്ലേ? അവരെല്ലാം തിരിച്ചു വരികയാണ്. അങ്ങനെ സംഭവിച്ചേ പറ്റൂ. ഇത് കർത്താവിന്റെ സഭയാണ്. കാരണം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ മാംസവും രക്തവും അത് അവന്റെ ഓർമ്മയ്ക്കായി അവന്റെ ദ്വിതീയാഗമനം വരെ പ്രഖ്യാപിക്കണമെന്ന് കർത്താവ് ഈശോ മിശിഹ തന്നെ കൽപ്പിച്ചത്. അത് സംഭവിക്കണമെങ്കിൽ കർത്താവ് തന്നെ നേരിട്ട് പട്ടം കൊടുത്ത ആളുകൾ വേണം. അല്ലാതെ ഏതെങ്കിലും ഒരു പാസ്റ്റർ വന്നിട്ട് ഒരു ബണ്ണെടുത്തിട്ട് ഇത് കർത്തൃമേശയാണെന്നും പറഞ്ഞാൽ അത് കർത്തൃമേശയാകില്ല. ഒരാള് നാളെ ഞാൻ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയാകുമോ? നാളെ ഞാൻ മുഖ്യമന്ത്രിയാണെന്ന് സ്വയം കൽപ്പിച്ചാൽ മുഖ്യമന്ത്രിയാകുമോ? അതിനെല്ലാം ചില രീതികളില്ലേ? സഭയിൽ പട്ടം കിട്ടാനായിട്ടും കൂതാശകൾ അർപ്പിക്കാനായിട്ടും ചില രീതികളുണ്ട്. അതൊന്നുമില്ലാതെ ഉണ്ടിരുന്ന നായർക്ക് ഒരു ദിവസം വിളി കിട്ടിയെന്ന് പറഞ്ഞതുപോലെ ഒരു ദിവസം ഒരു ആള് വന്നിട്ട് പാസ്റ്ററായി, എന്നിട്ട് അവനും അവൻ ഭാര്യയും കൂടി കുറച്ച് ആളുകളും കൂട്ടി ഈ ബണ്ണെടുത്തും ജ്യൂസ് എടുത്തും അങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചാൽ അത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരം രക്തവുമായിട്ട് മാറുമോ? അതിനാൽ സഭയുടെ ഐക്യത്തിൽ കർത്താവ് ഈശോ മിശിഹ ഈ പട്ടം നൽകിയ സ്ലീഹന്മാരോടുമായുള്ള ഐക്യത്തിൽ നിലനിന്നാൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കൂ. വിശുദ്ധ ലിറ്റർജിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സവിശേഷമായി വിശുദ്ധ കുർബാന. ഈ അപ്പസ്തോലന്മാരുടെ കൂടെ നിന്ന അവരുടെ ശിഷ്യന്മാർ നൽകിയ സാക്ഷ്യം, ആ സാക്ഷ്യത്തിന് വലിയ വിലയില്ലേ? ആ സാക്ഷ്യങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇതൊക്കെ സ്വീകരിക്കുകയോ ഈ പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും? ബൈബിളിൽ എഴുതപ്പെട്ടത് മാത്രമേ സ്വീകരിക്കുന്നവരാണ്. ഈ ബൈബിൾ എങ്ങനെ കിട്ടിയെന്നുള്ള കാര്യം അവർക്കറിയോ? സഭയിലല്ലേ ബൈബിൾ സൂക്ഷിക്കപ്പെട്ടത്? ആ സഭയിലുള്ള പാരമ്പര്യങ്ങളിൽ കുറച്ചല്ലേ എഴുതിയിട്ടുള്ളൂ. ഈ അപ്പസ്തോലിക പിതാക്കന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും സാക്ഷ്യങ്ങള് സ്ലീഹന്മാരുടെ സാക്ഷ്യങ്ങളോടൊപ്പം തന്നെ വിലയുള്ളതല്ലേ? ഇതൊക്കെ നിരാകരിക്കുന്ന അവർക്ക് കർത്താവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? അതിനാൽ ഇത്തരം ഈ അബദ്ധ പ്രബോധനങ്ങൾക്ക് ചെവി കൊടുക്കാതെ, നമുക്ക് ചിലപ്പോൾ വൈദികരോടോ മെത്രാന്മാരോടോ ഒക്കെ ദേഷ്യമൊക്കെ ഉണ്ടാകാം. പക്ഷെ അതൊന്നും തന്നെ കർത്താവിനോടുള്ള ദേഷ്യമായി മാറാതിരിക്കാനും, സഭയോടുള്ള ദേഷ്യമായി മാറാതിരിക്കാനും, കുർബാനയോടുള്ള ദേഷ്യമായി മാറാതിരിക്കാനും നമ്മൾ മനസ്സിരുത്തേണ്ടതുണ്ട്. കാരണം നമ്മുടെ വിശ്വാസം ഇവരാരും തന്നതല്ല. അതിനാൽ കർത്താവിനെ ഫോക്കസ് ചെയ്ത് ഈ വിശുദ്ധ ലിറ്റർജിയിൽ പങ്കെടുക്കാനും അവന്റെ മാംസരക്തങ്ങള് നമ്മുടെ മാംസരക്തങ്ങളായിട്ട് ഒന്നാകാൻ അവൻ തന്നെ മാംസരക്തങ്ങളായി മാറുകയാണ്. ആ മഹത്തായ സ്നേഹത്തിന് മുമ്പിൽ ആമേൻ പറഞ്ഞ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 11. നമ്മുടെ കർത്താവ് തന്റെ കൈകളിലെടുത്ത ശിശുവായ അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ്
അപ്പോസ്തലനായ യോഹന്നാന്റെ ശിഷ്യനായ അന്ത്യോക്യയിൽ ഇഗ്നേഷ്യസ് തന്നെ ലിറ്റർജിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടത്. ഇന്ന് നമുക്ക് ജസ്റ്റിൻ മാർട്ടിർ എന്ന അപ്പസ്തോലിക പിതാവിന്റെ സാക്ഷ്യം കേൾക്കാം. അതിനു മുമ്പ് ചിലർ ചോദിച്ച ചോദ്യമാണ്, ഈ അപ്പസ്തോലിക പിതാക്കന്മാരെയും സഭാപിതാക്കന്മാരെയും നാം എന്തിനു കേൾക്കണം? ബൈബിളിലുള്ളത് മാത്രം കേട്ടാൽ പോരെ? ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞതിന് ശേഷം ഈ ജസ്റ്റിൻ മാർട്ടിറുടെ ലിറ്റർജിയെക്കുറിച്ചുള്ള സാക്ഷ്യം നമുക്ക് കേൾക്കാം. ഈ അപ്പസ്തോലിക പിതാക്കന്മാർ അല്ലെങ്കിൽ സഭാപിതാക്കന്മാർ അവരുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കുക. ഈ മർക്കോസിന്റെ പേരിലുള്ള സുവിശേഷം ഉണ്ടല്ലോ, അത് മർക്കോസാണ് എഴുതിയതെന്ന് ആരാ നമ്മളോട് പറഞ്ഞേ? മർക്കോസിന്റെ ഏതെങ്കിലും മൗലിക പ്രതിയിൽ താൻ മർക്കോസാണ് ഈ സുവിശേഷം രചിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് മർക്കോസാണ് രചിച്ചതെന്ന് നമുക്ക് മനസ്സിലായത്? അപ്പസ്തോലിക പിതാക്കന്മാരുടെ സാക്ഷ്യത്തിലൂടെ. മത്തായിയുടെ സുവിശേഷം മത്തായിയാണ് എഴുതിയതെന്ന് നമുക്കെങ്ങനെ മനസ്സിലായത്? ഏതെങ്കിലും മൗലിക പതിപ്പിൽ മത്തായിയുടെ പേരുണ്ടോ? ഞാനാണ് ഗ്രന്ഥകർത്താവ് എന്നുള്ള പേരുണ്ടോ? ഇല്ല. പിന്നെ മത്തായിയാണ് എഴുതിയതെന്ന് നമുക്കെങ്ങനെ മനസ്സിലായത്? അപ്പസ്തോലിക പിതാക്കന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും സാക്ഷ്യത്തിലൂടെ. ലൂക്കാസിന്റെ സുവിശേഷം അത് ലൂക്കാസാണ് എഴുതിയതെന്ന് ലൂക്കാസ് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല, മൗലിക പതിപ്പിലില്ല. പിന്നെ നമുക്ക് എങ്ങനെ മനസ്സിലായത്? അപ്പസ്തോലിക പിതാക്കന്മാരിലൂടെയും സഭാപിതാക്കന്മാരിലൂടെയും. ബൈബിളിൽ ഏതെല്ലാം പുസ്തകങ്ങൾ ഉണ്ടെന്ന്, ഏതെല്ലാം പുസ്തകങ്ങൾ വേണമെന്ന് സഭ മനസ്സിലാക്കിയത് എങ്ങനെയാണ്, നിശ്ചയിച്ചത് എങ്ങനെയാണ്? അപ്പസ്തോലിക പിതാക്കന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും സാക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്. ഏകസത്യ ദൈവം പരിശുദ്ധ തൃത്വമാണെന്ന വിശ്വാസ സത്യം നാം രൂപപ്പെടുത്തിയത് തിരുവചനങ്ങളുടെ വെളിച്ചത്തിലാണെങ്കിലും അത് രൂപപ്പെടുത്തിയത് ആരാണ്? അപ്പസ്തോലിക പിതാക്കന്മാരും സഭാപിതാക്കന്മാരും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം ഏകദൈവമാണെങ്കിലും മൂന്നാളുകളാണ്. സത്തയിൽ ദൈവം ഒന്ന്, ആളത്വത്തിൽ മൂന്ന്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലായി? തിരുവചനങ്ങളിൽ അവിടെയെല്ലാം കിടക്കുന്ന സംഗതികൾ കൂട്ടിയോജിപ്പിച്ച് വിശ്വാസത്യമായി നൽകിയത് ആരാണ്? അപ്പസ്തോലിക പിതാക്കന്മാരും സഭാപിതാക്കന്മാരും. ജ്ഞാനവാദം ഈ ലോകം തിന്മയാണെന്നും ഒരു ഇൻഫീരിയർ ഗോഡ് അല്ലേ, സത്യദൈവമല്ല വേറെ ഏതോ ദൈവമാണ് സൃഷ്ടിച്ചതെന്നും ശരീരം തിന്മയാണെന്നും ഒക്കെ വാദിക്കുന്ന ഗ്നോസ്റ്റിസിസം, ജ്ഞാനവാദം തെറ്റാണെന്ന് അത് നമ്മളെ ബോധ്യപ്പെടുത്തിയത് ആരാണ്? അപ്പസ്തോലിക പിതാക്കന്മാരും സഭാപിതാക്കന്മാരും. പിന്നെ അപ്പസ്തോലിക പിതാക്കന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും രചനകള് അക്കാലത്ത് ആദ്യ നൂറ്റാണ്ടില് പൗലോസിന്റെ ലേഖനങ്ങളോടൊപ്പവും സുവിശേഷങ്ങളോടൊപ്പവും സകല സ്ഥലത്തേക്കും പ്രചരിച്ചു, സഭകളിൽ വായിച്ചു. എന്തുകൊണ്ട്? ബൈബിളിലെ പുസ്തകങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അപ്പസ്തോലിക പിതാക്കന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും സാക്ഷ്യങ്ങളും രചനകളും എന്ന് തെളിയിക്കുകയായിരുന്നു അത്. മാത്രമല്ല അപ്പസ്തോലിക പിതാക്കന്മാരുടെ സഭാപിതാക്കന്മാർ മിക്കവരും തന്നെ ക്രിസ്തീയ സത്യവിശ്വാസത്തിന് വേണ്ടി പ്രാണം വെടിഞ്ഞവരാണ്. സ്വന്തം രക്തം കൊണ്ട് സത്യപ്രബോധനങ്ങൾക്ക് മുദ്ര വെച്ചവരാണ്. അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അപ്പസ്തോലിക പിതാക്കന്മാരിൽ പലരും ഈശോയുടെ അപ്പസ്തോലന്മാരുടെ നേർ ശിഷ്യന്മാരായിരുന്നു. അപ്പസ്തോലന്മാരുടെ പാദത്തെങ്കിൽ ഇരുന്ന് ഈശോ പറഞ്ഞ കാര്യങ്ങൾ സ്ലീഹന്മാര് എന്താണോ കേട്ടത് അത് അങ്ങനെ തന്നെ പകർന്ന് കിട്ടിയവരാണ് അപ്പസ്തോലിക പിതാക്കന്മാര്. അതും അപ്പസ്തോലന്മാരുടെ പാദത്തിലിരുന്ന് 10-20 കൊല്ലം ഈശോയുടെ വാക്കുകൾ എങ്ങനെയായിരുന്നുവെന്ന് നേരിട്ട് കേട്ടവരാണ്. നമുക്ക് ഇതുവരെ കിട്ടാത്ത പല ഉറവിടങ്ങളും സ്രോതസ്സുകളും അപ്പസ്തോലിക പിതാക്കന്മാർക്കും സഭാപിതാക്കന്മാർക്കും ലഭ്യമായിരുന്നു. അവരിൽ പലരും ബിബ്ലിക്കൽ ഹീബ്രു, ബൈബിൾ എഴുതപ്പെട്ട ഹീബ്രു, ഗ്രീക്ക്, ലത്തീൻ നന്നായി കൈകാര്യം ചെയ്തിരുന്നു. പലരുടെയും മാതൃഭാഷയായിരുന്നു ഹീബ്രുവോ ഗ്രീക്കോ ലത്തീനോ ഒക്കെ. അതുകൊണ്ട് തന്നെ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്ന ഹീബ്രു ഭാഷ, പുതിയ നിയമം എഴുതപ്പെട്ടിരിക്കുന്ന ഗ്രീക്ക് ഭാഷ, അത് പകർത്തി എഴുതപ്പെട്ട വുൾഗാത്ത, അതുപോലെ പിശീത്ത, സുറിയാനി, ഇതെല്ലാം എന്താണ് ശരിക്കും അർത്ഥമാക്കുന്നതെന്ന് അപ്പസ്തോലിക പിതാക്കന്മാർക്കും സഭാപിതാക്കന്മാർക്കുമാണ് നമ്മേക്കാൾ കൂടുതൽ മനസ്സിലായിരുന്നത്. ഇതൊക്കെയാണെങ്കിലും ഏതെങ്കിലും ഒരു അപ്പസ്തോലിക പിതാവിനോ സഭാപിതാവിനോ തെറ്റ് സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചാലും സഭയ്ക്ക് മൊത്തത്തിൽ തെറ്റ് സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ട്? സഭയുടെ
ലിറ്റർജി ആയിരുന്നു അതിന് കാരണം. സഭയുടെ ആത്മീയ ജീവിതത്തിന്റെ പ്രകാശനമാണ് ലിറ്റർജി. അപ്പോൾ ഏതെങ്കിലും ഒരു സഭാപിതാവിന് തെറ്റ് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നെങ്കിലും സഭയ്ക്ക് തെറ്റ് പറ്റാതെ മുന്നോട്ട് പോയതിന് കാരണം സഭയുടെ കർത്താവിൽ നിന്ന് നേരിട്ട് കിട്ടിയ ലിറ്റർജിയുടെ സാന്നിധ്യമാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ നേരിട്ടാണ് നമ്മുടെ സഭയുടെ ലിറ്റർജി കിട്ടിയതെന്ന് ഞാൻ ആദ്യത്തെ വീഡിയോസ് 8-9 വീഡിയോസിൽ അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് കേൾക്കുക. പലരും പറഞ്ഞു വിശുദ്ധ കുർബാനയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യൂ, വിശുദ്ധ കുർബാനയെ കുറിച്ച് വീഡിയോ ചെയ്യൂ. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ 11ാമത്തെ വീഡിയോ ആയി. അപ്പൊ തുടക്കം മുതലുള്ള വീഡിയോസ് കാണാനായിട്ട് ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്. അതായത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ നേരിട്ട് കിട്ടിയതാണ് ലിറ്റർജി. അങ്ങനെ സഭയിൽ ലിറ്റർജി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഏതെങ്കിലും ഒരു സഭാപിതാവിനോ മറ്റോ തെറ്റ് സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്നെങ്കിലും സഭയ്ക്ക് തെറ്റ് സംഭവിക്കാതെ പോയത്. സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയാണ് ലിറ്റർജി. സഭയുടെ വിശ്വാസത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമാണ് ലിറ്റർജി. ക്രിസ്തുവിനോട് ചേർന്ന് സഭ പ്രാർത്ഥിക്കുകയാണ്. അതിൽ തെറ്റ് സംഭവിക്കില്ല. പാഷാണ്ഡതകളിൽ നിന്ന് സഭയെ രക്ഷിച്ചതും സഭയുടെ ലിറ്റർജികളാണ്. സാധാരണ അൽമായർക്ക് വലിയ ദൈവശാസ്ത്രമൊന്നും അറിയില്ലായിരുന്നെങ്കിലും അവർ ലിറ്റർജിയിൽ പങ്കെടുത്തിരുന്നതിനാൽ സഭ വിശ്വസിക്കുന്നതും ഏറ്റുപറയുന്നതും എന്താണെന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതിനാൽ ചില വൈദികർക്ക് തെറ്റ് സംഭവിച്ചാലും സഭയ്ക്ക് തെറ്റ് പറ്റാതെ നോക്കിയിരുന്നത് സാധാരണക്കാരായ വിശ്വാസികളാണ്. എന്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുന്നു എന്ന ഗ്രന്ഥത്തില് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, സഭയിൽ സാധാരണ വിശ്വാസികളുടെ വിശ്വാസത്തിന് ഒരു തെറ്റാവരമുണ്ട്. ആ തെറ്റാവരത്തിലാണ്, അപ്രമാദിത്വത്തിലാണ് മാർപ്പാപ്പ പങ്കുചേരുന്നത്. ഈ സെൻസസ് ഫിദൈ, വിശ്വാസത്തിന്റെ സെൻസ് എന്ന് പറയുന്നത് ഈ സഭയിലെ അൽമായരുടെ വിശ്വാസമാണ്. ആ അൽമായർ എന്ന് പറയുന്നത് ഈ ഭൂരിപക്ഷത്തിന്റെ പേരിൽ എടുക്കുന്ന തീരുമാനമല്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ വിവിധ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചിരുന്നു. ഡിപ്ലോമ ഘട്ടത്തിലും സെമിനാരി ഘട്ടത്തിലും പിന്നെ മാസ്റ്റേഴ്സ് ലെവലിലും ഡോക്ടറേറ്റ് ലെവലിലും ഞാൻ പഠിപ്പിച്ചിരുന്നു. അപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന ചില സ്ഥാപനങ്ങളിൽ എനിക്ക് മുമ്പ് ചില പ്രൊഫസർമാർ വന്ന് പഠിപ്പിച്ചു പോകും. ഞാൻ മിക്ക സ്ഥലങ്ങളിലും വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ ഈ വൈദികരടക്കമുള്ള സ്റ്റുഡൻസ്, ഡോക്ടറേറ്റ് വരുന്നവരും മാസ്റ്റേഴ്സിന് വരുന്നവരും ബഹുഭൂരിപക്ഷം വൈദികരാണ്. അപ്പൊ അവരെന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ഞാൻ കേട്ടിരുന്ന ഒരു ചോദ്യമാണ്. എനിക്ക് മുമ്പ് വന്ന പ്രൊഫസർ പറഞ്ഞു, ഈശോ ദൈവമാണെന്ന് ഈശോയ്ക്ക് അറിയില്ലായിരുന്നു. ഈശോ ദൈവമാണെന്ന് ഈശോയ്ക്ക് അറിയില്ലായിരുന്നു. ഇതാണ് എനിക്ക് മുമ്പുള്ള പ്രൊഫസർ പഠിപ്പിച്ചത്. അത് ശരിയാണോ എന്നാണ് അവരെന്നോട് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ തിരിച്ചവരോട് ഒരു കാര്യം ചോദിക്കാറുണ്ട്. ഈശോ ദൈവമാണെന്ന കാര്യം ഈശോയ്ക്ക് അറിയില്ലായിരുന്നു എന്ന് ഏതെങ്കിലും പള്ളികളിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? ഈശോ ദൈവമാണെന്ന് ഈശോയ്ക്ക് അറിയില്ലായിരുന്നു എന്ന് ഏതെങ്കിലും പള്ളികളിൽ, കത്തോലിക്ക പള്ളികളിൽ പോയി നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? അവർ ഒന്നടങ്കം പറയും പ്രസംഗിക്കാൻ പറ്റില്ല. എന്തേ? ജനങ്ങള് അൽമായര് നമ്മൾ അവിടെ ഇരുത്തില്ല. കാരണം അൽമായർക്കറിയാം ഈശോ ദൈവമാണെന്നും ഈശോ ദൈവമാണെന്ന കാര്യം ഈശോയ്ക്ക് അറിയാമെന്നും. അതുകൊണ്ട് ഈ ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞതൊന്നും സഭയിൽ നടപ്പാവില്ല. ചില സ്ഥാപനങ്ങളിലൊക്കെ വന്ന് ഇങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടാക്കാം എന്നല്ലാതെ കത്തോലിക്ക സഭയില് അത് പ്രസംഗിക്കാൻ പറ്റില്ല. കാരണം ജനങ്ങൾക്കറിയാം സഭയുടെ വിശ്വാസം എന്തെന്ന്, കത്തോലിക്ക സഭയുടെ വിശ്വാസം എന്തെന്ന്. അവർക്ക് വലിയ ദൈവശാസ്ത്രത്തെ അറിയണമെന്നില്ല. പക്ഷെ ലിറ്റർജിയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് സഭ വിശ്വസിക്കുന്നത് എന്താണെന്നും പ്രഖ്യാപിക്കുന്നത് എന്താണെന്നും സാധാരണക്കാർക്കറിയാം. ഈ പെന്തക്കോസ്ത ദൈവസഭക്കാരും ബ്രദറൻ അസംബ്ലിക്കാരും യഹോവ സാക്ഷികളും പിന്നെ ബോൺ അഗൈൻ ക്രിസ്ത്യൻസ് അങ്ങനെയുള്ളവരൊക്കെ, എംപറർ ഇമ്മാനുവേൽ, ഇവരൊക്കെ പലരുടെയും വീടുകൾ, കത്തോലിക്കരുടെ വീടുകൾ പോയിട്ട് പലതരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചെങ്കിലും എന്തുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം കത്തോലിക്കരും പോകാതിരുന്നത്? അവർക്ക് ദൈവശാസ്ത്രമൊന്നും അറിയില്ല. പക്ഷെ അവർക്ക് ഒരു കാര്യം അറിയാം, അവർ ലിറ്റർജിയിൽ പങ്കെടുക്കുന്നു. ആ ലിറ്റർജിയിൽ കത്തോലിക്ക സഭ അതിന്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നു. വചന പ്രഘോഷണമാണ് ലിറ്റർജി. അപ്പൊ ഇതുകൊണ്ടാണ് സഭയ്ക്ക് തെറ്റുപറ്റാതെ, സഭയുടെ വിശ്വാസം തെറ്റുപറ്റാതെ പോകാനുണ്ടായ കാരണം സഭയുടെ ലിറ്റർജിയാണ്. ആ ലിറ്റർജിയിൽ അൽമായരും വൈദികരും മെത്രാന്മാരും മാർപ്പാപ്പിയുമെല്ലാം പങ്കെടുക്കുന്നു എന്നതാണ്. ഇതുകൊണ്ടാണ് ലിറ്റർജി ഇത്ര കേമമായിരിക്കുന്നത്, ഇത്ര പ്രധാനപ്പെട്ടതായിരിക്കുന്നത്. ഈ വേറൊരു ഉദാഹരണം പറയാം. പല ദൈവശാസ്ത്രജ്ഞന്മാർ, ഇപ്പോഴത്തെ ഈ മോഡേൺ ദൈവശാസ്ത്രജ്ഞന്മാർ എല്ലാവരും പറയുന്നത് ദൈവത്തെ പിതാവ് എന്ന് മാത്രം വിളിച്ചാൽ പോരാ, മാതാവ് എന്നും കൂടി വിളിക്കണം. അപ്പോ ഞങ്ങൾ പിതാവും മാതാവുമായി
സ്വർഗത്തിൽ ഇരിക്കുന്നവനെ എന്ന് പ്രാർത്ഥിക്കണം, കർത്തൃ പ്രാർത്ഥന എന്നാണ് ചില ദൈവശാസ്ത്രജ്ഞന്മാർ ചില സ്ഥാപനങ്ങൾ പറയുന്നത്. പക്ഷേ അൽമായർ അവർ തിരുത്തും. എന്നിട്ട് പറയും, കർത്താവ് ഈശോ പഠിപ്പിച്ചത് എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ മാതാവേ എന്നല്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ഞങ്ങൾക്കത് മതി. അപ്പൊ ഈ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഈ ശുഷ്കമായ ദൈവശാസ്ത്രമെല്ലാം ചീറ്റിപ്പോകുന്നതിന് കാരണം അൽമായരുടെ സത്യവിശ്വാസം തന്നെയാണ്. അൽമായർക്ക് സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നത് സഭയുടെ ലിറ്റർജിയിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ്, അല്ലാതെ വലിയ വലിയ സ്ഥാപനങ്ങൾ പോയി ദൈവശാസ്ത്രം പഠിച്ചത് കൊണ്ടല്ല. ചുരുക്കത്തില് ബൈബിളിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഉറവിടങ്ങളാണ് അപ്പസ്തോലിക പിതാക്കന്മാരും സഭാപിതാക്കന്മാരും അവരുടെ രചനകളും. അവരാണ് ഈ വചനത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന വിശ്വാസ സത്യങ്ങൾ നമുക്ക് കൃത്യമായി വ്യാഖ്യാനിച്ച് തന്നത്. ഇത്രയും പറഞ്ഞത് ഞാൻ ഈ എന്തിനാണ് അപ്പസ്തോലിക പിതാക്കന്മാര്, എന്തിനാണ് സഭാപിതാക്കന്മാര്, ബൈബിളിലുള്ളത് മാത്രം പോരെ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു മറുപടി തരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ജസ്റ്റിൻ മാർട്ടറുടെ സാക്ഷ്യത്തിലേക്ക് പോകാം. ജസ്റ്റിൻ മാർട്ടർ അദ്ദേഹം ജനിച്ചത് ക്രിസ്തുവർഷം 100-ലാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 165-ലാണ് അദ്ദേഹം മരിച്ചത്. 65 വയസ്സിൽ മരിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ് ഫസ്റ്റ് അപ്പോളജി, ആദ്യത്തെ വിശ്വാസ സമർത്ഥനം. അതിന്റെ 66-ാം ഖണ്ഡത്തില് അദ്ദേഹം എഴുതുകയാണ്, നാം ഈ ആഹാരത്തെ കൃതജ്ഞതാ സ്തോത്രം എന്ന് വിളിക്കുന്നു. യൂക്കറിസ്റ്റ്. നമ്മുടെ പ്രബോധനം സത്യമെന്ന് വിശ്വസിക്കുന്നവരല്ലാതെ മറ്റാരും ഇതിൽ പങ്കെടുക്കാൻ നാം അനുവദിക്കുന്നില്ല. നമ്മുടെ പ്രബോധനം സത്യമെന്ന് വിശ്വസിക്കുന്നവരല്ലാതെ മറ്റാരും ഇതിൽ പങ്കെടുക്കാൻ നാം അനുവദിക്കുന്നില്ല. പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി പുതുതായി ജനിച്ചവരും മാമോദീസ മുങ്ങിയവര്, പുതുതായി ജനിച്ചവരും ക്രിസ്തുവിനോട് ഉൾച്ചേർക്കപ്പെട്ടവരുമല്ലാതെ മറ്റാരും ഇതിൽ പങ്കെടുക്കാൻ നാം അനുവദിക്കുന്നില്ല. പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി മാമോദീസ സ്വീകരിച്ച് പുതുതായി ജനിച്ചവരും ക്രിസ്തുവിനോട് ഉൾച്ചേർക്കപ്പെട്ടവരുമല്ലാതെ മറ്റാരും ഇതിൽ പങ്കെടുക്കാൻ നാം അനുവദിക്കുന്നില്ല. സാധാരണ അപ്പം പോലെയോ സാധാരണ പാനീയം പോലെയോ അല്ല നാം ഇത് സ്വീകരിക്കുന്നത്. സാധാരണ അപ്പം പോലെയോ സാധാരണ പാനീയം പോലെയോ അല്ല നാം ഇത് സ്വീകരിക്കുന്നത്. ദൈവവചനത്താൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മനുഷ്യാവതാരം ചെയ്തതുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള മാംസവും രക്തവുമായി തീർന്നു അവൻ. ദൈവവചനത്താൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മനുഷ്യാവതാരം ചെയ്തതുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള മാംസവും രക്തവുമായി തീർന്നു അവൻ. അവൻ തന്നെ നമുക്ക് കൈമാറി തന്ന കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥനയാൽ ഈ ആഹാര സാധനങ്ങൾ അവന്റെ മാംസരക്തങ്ങളായി മാറുന്നു. അവൻ തന്നെ നമുക്ക് കൈമാറി തന്ന കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥനയാൽ ഈ ആഹാര സാധനങ്ങൾ അവന്റെ മാംസരക്തങ്ങളായി മാറുന്നു. മനുഷ്യാവതാരം ചെയ്ത യേശുവിന്റെ മാംസരക്തങ്ങളായി മാറുന്ന ഈ മാറ്റത്തിലൂടെ നമ്മുടെ മാംസത്തെയും ശരീരത്തെയും അത് പോഷിപ്പിക്കുന്നു. മനുഷ്യാവതാരം ചെയ്ത യേശുവിന്റെ മാംസരക്തങ്ങളായി മാറുന്ന ഈ മാറ്റത്തിലൂടെ നമ്മുടെ മാംസത്തെയും നമ്മുടെ ശരീരത്തെയും അത് പരിപോഷിപ്പിക്കുന്നു. ജസ്റ്റിൻ മാർട്ടറുടെ സാക്ഷ്യമാണിത്. ഈ ഫസ്റ്റ് അപ്പോളജി, ആദ്യത്തെ വിശ്വാസ സമർത്ഥനം എന്ന ഗ്രന്ഥത്തിലെ മറ്റൊരു സാക്ഷ്യം കത്തോലിക്ക സഭയുടെ മതബോധനം എന്ന ഗ്രന്ഥത്തില് 1345 ഖണ്ഡത്തില് ഇങ്ങനെ കാണാം. കത്തോലിക്ക സഭയുടെ മതബോധനം 1345. ഞാൻ അത് അങ്ങനെ തന്നെ വായിക്കുകയാണ്. 2-ാം നൂറ്റാണ്ടിൽ തന്നെ കുർബാനയുടെ ആഘോഷക്രമത്തിന്റെ അടിസ്ഥാന രൂപരേഖയെ സംബന്ധിച്ച് രക്തസാക്ഷിയായി വിശുദ്ധ ജസ്റ്റിൻ നമുക്ക് സാക്ഷ്യം നൽകുന്നുണ്ട്. ഈ രൂപരേഖ എല്ലാ മുഖ്യ ആരാധനക്രമ കുടുംബങ്ങളിലും ഇന്നോളം നിലനിൽക്കുന്നു. അന്തോനിയസ് പിയൂസ് 138-161 എന്ന വിജാതീയ ചക്രവർത്തിക്ക് 138 മുതൽ 161 വരെ രാജ്യം ഭരിച്ചിരുന്ന വിജാതീയ ചക്രവർത്തിയാണ് അന്തോനിയസ് പിയൂസ്. അദ്ദേഹത്തിന് AD 155 വിശുദ്ധ ജസ്റ്റിൻ മാർട്ടർ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് എന്തെന്ന് വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതി. ഞാൻ ഒന്നുകൂടി പറയാണ്. അന്തോനിയസ് പിയൂസ് എന്ന വിജാതീയ ചക്രവർത്തിക്ക് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് എന്തെന്ന് വിശദീകരിച്ചുകൊണ്ട് രക്തസാക്ഷിയ വിശുദ്ധ ജസ്റ്റിൻ AD 155 ഇപ്രകാരം എഴുതി. എല്ലാവരുടെയും ദിവസമെന്ന് വിളിക്കുന്ന സൂര്യന്റെ ദിവസം നഗരത്തിലോ ഗ്രാമപ്രദേശത്തോ വസിക്കുന്ന എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടുന്നു. അപ്പസ്തോലന്മാരുടെ വ്യാഖ്യാനങ്ങളും
പ്രവാചകന്മാരുടെ ലിഖിതങ്ങളും സമയം അനുവദിക്കുന്ന ക്രമത്തിൽ വായിക്കുന്നു. വായനക്കാരൻ വായിച്ചു കഴിയുമ്പോൾ സമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്ന വ്യക്തി മഹനീയങ്ങളായ ആ കാര്യങ്ങൾ അനുകരിക്കാൻ അവരെ ഉപദേശിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് ഞങ്ങൾക്ക് വേണ്ടിയും എല്ലായിടത്തുമുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജീവിതം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഞങ്ങൾ നീതിമാന്മാരായി കാണപ്പെടുന്നതിനും നിത്യരക്ഷ പ്രാപിക്കുന്നതിന് പ്രമാണങ്ങളോട് വിശ്വസ്തയുള്ളവരായിരിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ തീരുമ്പോൾ ഞങ്ങൾ പരസ്പരം ചുംബിക്കുന്നു. അപ്പോൾ അപ്പവും വെള്ളം കലർത്തി വീഞ്ഞുമുള്ള പാനപാത്രവും സഹോദരങ്ങളുടെ മേലധ്യക്ഷനായിരിക്കുന്ന വ്യക്തിയുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹം അവ എടുത്ത് പ്രപഞ്ചത്തിന്റെ പിതാവിന് പുത്രന്റെയും പരിശുദ്ധാത്മൻ നാമത്തിൽ സ്തുതിയും മഹത്വവും സമർപ്പിക്കുന്നു. ഞങ്ങൾ ഈ ദാനങ്ങൾക്ക് യോഗ്യരായി ഗണിക്കപ്പെട്ടതിന് കുറെ സമയം അദ്ദേഹം കൃതജ്ഞത അർപ്പിക്കുന്നു. എവിക്കരിസ്തയോ. അദ്ദേഹം പ്രാർത്ഥനകളും കൃതജ്ഞതാ പ്രകാശനങ്ങളും ഉപസംഹരിച്ച് കഴിയുമ്പോൾ സന്നിഹിതരായ എല്ലാവരും ആമേൻ എന്ന് പറഞ്ഞ് ഉദ്ഘോഷിക്കുന്നു. അധ്യക്ഷൻ നന്ദി പറയുകയും ജനങ്ങൾ പ്രത്യുത്തരം പറയുകയും ചെയ്തു കഴിയുമ്പോൾ ഡീക്കന്മാർ എന്ന് ഞങ്ങൾ വിളിക്കുന്നവർ കൃതജ്ഞതാസ്തോത്രം ചെയ്യപ്പെട്ട അപ്പവും വീഞ്ഞും വെള്ളവും സന്നിഹിതരായിട്ട് എല്ലാവർക്കും പങ്കുപറ്റാൻ നൽകുന്നു. സന്നിഹിതരല്ലാത്തവർക്ക് വേണ്ടി കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈ ഫസ്റ്റ് അപ്പോളജിയില് 65-67 ഖണ്ഡങ്ങളാണ് ഞാൻ വായിച്ചത്. ഇപ്പൊ നമ്മുടെ കുർബാനയിൽ കാണുന്ന മിക്കവാറും എല്ലാ ഘടകങ്ങളും ഇതിനകത്ത് കണ്ടില്ലേ? ഇതിന്റെ രൂപരേഖ ഞാനിത് പറഞ്ഞു. ഇത് കർത്താവ് ഈശോ മിശിഹ തന്നെ തന്ന രൂപരേഖയാണെന്ന് സൂചിപ്പിച്ചു തുടക്കത്തില്. അതിനാൽ ഞാൻ ആവർത്തിച്ച് പറയാണ്, കത്തോലിക്ക സഭയുടെ ലിറ്റർജി നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നേരിട്ട് കിട്ടിയതും സ്ലീഹന്മാര് നേരിട്ട് കൈമാറിയതും അത് അഭംഗം, ഒരു കാര്യങ്ങൾക്കും ഇല്ലേ ഭംഗം വരാതെ, എന്നാൽ ചില പ്രാർത്ഥനകളെല്ലാം പിന്നീട് ഇങ്ങനെ ഈ തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും തന്നെ അടിസ്ഥാനപരമായ എല്ലാ ഘടനകളും തന്നെ അംശങ്ങളും തന്നെ ബൈബിളിൽ ഉള്ളതും കർത്താവിന് നേരിട്ട് കിട്ടിയതുമാണ്. അതിനുള്ളൊരു സാക്ഷ്യം കൂടിയാണ് ഈ വിശുദ്ധ ജസ്റ്റിൻ മാർട്ടിർ ക്രിസ്തുവർഷം 155 എഴുതിയ ഈ ആദ്യത്തെ വിശ്വാസ സമർപ്പണം എന്ന രേഖയിലുള്ളത്. അതിനു മുമ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ എന്റെ ഒരു വീഡിയോ തനിച്ച് മാത്രം എടുക്കരുത്. ഇതിനു മുമ്പത്തുള്ള എല്ലാ വീഡിയോയുടെയും തുടർച്ചയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനാൽ ഈ വീഡിയോ മാത്രം കാണാതെ ഇതിനു മുമ്പുള്ള വീഡിയോസും കണ്ട് സഭയുടെ ലിറ്റർജിയില് അഭിമാനം കൊള്ളാനും അതിൽ കഴിയുന്ന പങ്കെടുക്കാനും, ലിറ്റർജിയാണ് സഭയുടെ ഈ ശരിയായ വിശ്വാസ പ്രഖ്യാപനമെന്ന് തിരിച്ചറിയാനും, അങ്ങനെ കർത്താവിനോട് ചേർന്ന് ക്രിസ്തുവിനോട് ചേർന്ന് പിതാവായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന അവന്റെ തന്നെ ബലിയിൽ നമ്മൾ പങ്കുചേരുന്ന, ഒരിക്കൽ എന്നേക്കുമായി അവൻ സമർപ്പിച്ച അവന്റെ ശരീരത്തില്, ഒരിക്കൽ എന്നേക്കുമായി അവൻ അർപ്പിച്ച ബലിയില് ഇപ്പോൾ നമ്മൾ പങ്കുചേരുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് അതിൽ പങ്കുചേർന്ന് അവനോട് ചേർന്ന് നിൽക്കാൻ, അവൻ നമ്മിലേക്ക് വരാൻ, അങ്ങനെ നമ്മളും കർത്താവും ഒന്നാകാൻ, അങ്ങനെ ശരിക്കും ജീവിക്കുന്ന സഞ്ചരിക്കുന്ന സക്രാരിയാകാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവിന് വഹിക്കുന്നവരായി മാറാൻ പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.